എങ്കിലുമെന്നോമലാൽക്കും താമസിക്കാനും കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ് മഹൽ ഞാനുയർത്താം. പിരിയുവാനാകുമോ തമ്മിൽ എൻ പ്രിയേ, പുതുജീവനായ തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ, ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ, വിരൽ ഞൊടിച്ചു വിളിച്ച നേരം വിരൽ കടിച്ചവളരികിൽ വന്നു വിധുവദനയായി വിവശയായി അവളൊതുങ്ങി നിന്നു, നാണം കുണുങ്ങി നിന്നു. ഇന്നലെ കോലഞ്ചേരിയിലെ ഒരു കോളേജിലായിരുന്നു ഈ സംഭവം നടന്നത്. അവിടുത്തെ പ്രിൻസിപ്പള് നമ്മൾ പാടിക്കൊണ്ടിരുന്ന സമയത്ത് വന്നു കയറി മൈക്ക് കയ്യിൽ നിന്ന് തട്ടി പറിച്ച് അവര് പരിപാടി നിർത്താൻ ശ്രമിച്ചു. അവർ പറഞ്ഞ റീസണുകളിലൊന്നും എന്റെ കൂടെ പാടിയ ഒരു പയ്യൻ സ്റ്റേജിൽ വന്നു എന്നുള്ളതാണ് ഒരു ആവശ്യമില്ലാത്ത ഒരു റീസണായിട്ട് പറഞ്ഞത്. ഞങ്ങൾ കോളേജുകളിൽ പാടാൻ പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം, നമുക്ക് എന്തായാലും പ്രസംഗിക്കാൻ അറിയില്ല, പാട്ട് കേൾക്കാനാണ്. നമ്മുടെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള 3-4 സോങ്സ് ഞങ്ങൾ പാടും. ഞങ്ങളുടെ പാട്ടിനനുസരിച്ച് ഞങ്ങൾ കുട്ടികളെല്ലാവരും എൻജോയ് ചെയ്യാറുണ്ട്. ഇത് കാരണമാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളെ കോളേജുകാർ വിളിച്ചിട്ടാണ് പോകുന്നത്. കോളേജ് വിളിക്കുമ്പോഴത്തേക്ക് തന്നെ അവിടുത്തെ മാനേജ്മെന്റുമായിട്ട് എല്ലാം പറഞ്ഞ് റെഡിയാക്കിയാണ് പോകുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അവർക്ക് സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് സംഭവങ്ങൾ ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് പറയാനുള്ള ഒരു രീതിയുണ്ട്. പക്ഷേ ആ ടീച്ചർ പറഞ്ഞത് ഭയങ്കര ആർക്കും അങ്ങോട്ട് ദഹിക്കുന്ന രീതിയിലായിരുന്നില്ല. മൈക്ക് വന്ന് പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയായിരുന്നു. 2-3 കാര്യങ്ങൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നേരത്തെ പറയാം, ഇല്ലെങ്കിൽ നമ്മൾ പെരുമാറേണ്ട ഒരു രീതി കറക്റ്റ് ആയിരുന്നില്ല എന്ന് നമുക്ക് തോന്നി. എനിക്ക് മാത്രമല്ല, അവിടുത്തെ കുട്ടികൾക്ക് ആർക്കും അത് ഇഷ്ടപ്പെടുകയുണ്ടായില്ല. കാര്യം വെച്ചാൽ അവരെല്ലാവരും അത് കഴിഞ്ഞ് വൈകുന്നേരം വരെ ഒരു സ്ട്രൈക്കിന്റെ ലെവലിലേക്ക് പോവുകയും ചെയ്തു. അവരുടെ അതൃപ്തി പ്രകടിപ്പിക്കുകയുണ്ടായി. കാര്യം അവരെല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു. മാനേജ്മെന്റിന് അധികം സഹായം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ അവരുടെ ഒരു കമ്മ്യൂണിറ്റി നിന്ന് സ്ട്രോങ് ആയിട്ട് നടത്തിയ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോഴും പല പല കാര്യങ്ങൾ അറിയാമല്ലോ. പ്രത്യേകിച്ച് ഈഗോസ് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ പല പല കാര്യങ്ങളായിരിക്കും അതിന്റെ പുറകെയുള്ളത്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. നമ്മൾ എപ്പോഴും പാടാൻ പോകുമ്പോഴും നമ്മുടെ ബാൻഡ് കൂടെ കാണും, ഞങ്ങളുടെ കോ സിംഗേഴ്സ് കൂടെ കാണും. ഇപ്പൊ സജിൻ ജയരാജാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം ആദ്യത്തെ ഞങ്ങളുടെ ആൽബം മുതലേ അദ്ദേഹം ഞങ്ങളോട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കോ സിംഗറാണ്, ബാക്കിംഗ് വോക്കൽസ് ഉണ്ട്, കമ്പോസിംഗിനിരിക്കും. അങ്ങനെ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ആളാണ് സജിൻ ജയരാജ്. അദ്ദേഹം പാടാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇതിന് ഒരു തടസ്സം കൊണ്ടുവന്നത്. അത് പ്രത്യേകിച്ച് ഞങ്ങൾ പാടാൻ പോകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് കൂടെ ഉള്ളതാണ്. പിന്നെ ആ കൂട്ടുകാരുടെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. കുട്ടികൾ ഇന്നലെ വൈകുന്നേരം വരെ ഞങ്ങൾക്ക് ഓൺലൈൻ ഞങ്ങളുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നടന്നത് ഒരു അപമാനിക്കപ്പെട്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യന് സത്യം പറഞ്ഞാൽ നമുക്ക് ജെന്യുവനായിട്ട് ഇങ്ങനെ പാടില്ലായിരുന്നു എന്നുള്ളൊരു തോന്നല് നമുക്ക് എപ്പോഴും ഉണ്ട്. കാര്യം ഒരു വിദ്യാഭ്യാസ സ്ഥാപനമല്ലേ. സഹിഷ്ണുത എന്താണെന്ന് ടീച്ചർമാരല്ലേ യഥാർത്ഥത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അതിന്റെ ഒരു സംഭവമില്ല. നമ്മളെല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കാം പല പല കാര്യങ്ങളിൽ. അറിയാമല്ലോ, ഒരു മ്യൂച്വൽ റെസ്പെക്ട് എന്നുള്ളത് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അത് ഞങ്ങൾ മാത്രമല്ല,
ഇൻഡസ്ട്രിയിലുള്ളതും വെളിയിലുള്ളവർക്കും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനം ആവശ്യമാണ്. ആരെയും ബലാത്കരമായിട്ട് ആ ജോലിയിൽ നിന്ന് പിടിച്ചു തള്ളാൻ ആർക്കും ഇവിടെ അധികാരമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഇപ്പോൾ ഇതിൻ്റെ ആമുഖമായിട്ട് നിങ്ങൾ ചില പാട്ടുകൾ കേട്ട് കാണും ഇല്ലേ, പഴയ കാലത്തെ ചില പാട്ടുകൾ. ഞാൻ എപ്പോഴെങ്കിലും തനിച്ചിരിക്കുമ്പോഴൊക്കെ പഴയ കാലത്തെ പാട്ടുകളെക്കുറിച്ച് എപ്പോഴും ഓർക്കാറുണ്ട്. ഇപ്പം തന്നെ പ്രിയസഖി പോയി വരൂ, നിനക്ക് നന്മകൾ നേരുന്നു, പ്രാണസഖി പോയി വരൂ, നിനക്ക് നന്മകൾ നേരുന്നു എന്ന് പറഞ്ഞ് യേശുദാസ് പാടിയ മനോഹരമായ ഒരു പാട്ടുണ്ട്. താലപ്പൊലി എന്ന് പറഞ്ഞ ചിത്രത്തിലായിരുന്നു. 1980 ഇറങ്ങിയാണ്. അതായത് 44 വർഷം മുമ്പ് ഇറങ്ങിയ സിനിമയിലെ പാട്ടാണ്. ചേരി വിശ്വനാഥപിള്ള എന്ന് പറഞ്ഞ ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷനിലൊക്കെ ഉണ്ടായിരുന്ന ചേരി എഴുതി, അദ്ദേഹമാണ് അതിൻ്റെ തിരക്കഥ. ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം നൽകി യേശുദാസ് പാടിയ പാട്ടാണ്. വിൻസെൻറ്റും പ്രമീളയുമായിരുന്നു ആ പാട്ടിൽ അഭിനയിച്ചത്. ഇപ്പോഴും എന്താണെന്നറിയില്ല, എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലെവിടെയോ ഒരു നഖം കൊണ്ട് കോറിയതുപോലെ വേദനിക്കാറുണ്ട്. അത്രയും മനോഹരമായി യേശുദാസ് പാടിയിട്ടുണ്ട്. കരയുവതെന്തിന് വെറുതെ നീ നിൻ കണ്ണീരാലിനി ഫലമെന്തേ, ഇനി മുതലെന്നും പുതിയൊരു പുരുഷന് പ്രിയസഖിയായി കഴിയേണ്ടവളാണ് നീ എന്ന് പാടുന്ന പാട്ട്. വർഷം ഇത്രയും കഴിഞ്ഞിട്ട് 1977 ഈ പാട്ട് തിയേറ്റർ എന്താ പറയുക റിലീസ് ചെയ്തത്. 1977, 80-ലല്ല. ഇപ്പോഴും കാലാതിവർത്തിയായി നിൽക്കുന്നൊരു പാട്ടാണ്. അതുപോലെ തന്നെ ലൗലി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, ലൗലി. അതിൽ TV ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളെഴുതി MK അർജുനൻ മാഷ് സംഗീതം നൽകി യേശുദാസ് പാടിയ വേറൊരു പാട്ടുണ്ട്. അതും എനിക്ക് പ്രിയപ്പെട്ടതാണ്. എല്ലാ ദുഃഖവും എനിക്ക് തരൂ, എൻ്റെ പ്രിയസഖി പോയി വരൂ, മനസ്സിൽ പടരും ചിതയിൽ എന്നുടെ മണിക്കിനാവുകൾ എരിയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് എല്ലാ ദുഃഖവും എനിക്ക് തരൂ എന്ന് പറഞ്ഞ് പാടുന്ന പാട്ട്. അതിൽ അടുത്ത വരികളാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന വരികൾ. കഴിഞ്ഞ കഥകൾ മറക്കുക നീ, ഈ കണ്ണീർ മുത്തിന് വിട പറയൂ, മധുവിധു രാവുകൾ മാദക രാവുകൾ മദനോത്സവമായി ആഘോഷിക്കാൻ കാമുകിയോട് പറയുന്നതാണ് പാട്ട്. കാലം മാറുന്നു, ഈ പാട്ടുകളുടെ ഒന്നും പ്രസക്തി ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടായിരിക്കും എനിക്ക് ഈ പാട്ടുകൾ ഇഷ്ടം. അല്ലെങ്കിൽ 45 വർഷം മുമ്പുള്ള പാട്ട് നമ്മുടെ മനസ്സിൽ മായാതെ കിടക്കുന്നു എന്നുള്ളതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ ഉള്ള ഏത് പാട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കും. ഇപ്പം തന്നെ നമ്മൾ മഞ്ഞുമ്മൽ ബോയ്സ് 177 കോടി എന്തോ കളക്ട് ചെയ്ത മഞ്ഞുമ്മൽ ബോയ്സിലെ ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ ഒരു വരി നമ്മൾ ഓർക്കുമോ? എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഇപ്പോൾ വരുന്ന പടങ്ങളിലെ ഒന്നും പാട്ടുകൾ ഓർക്കുന്നില്ല. പക്ഷേ പഴയകാല പഴഞ്ചനായതുകൊണ്ടാണെന്ന് നിങ്ങൾ പറയും ചിലപ്പോൾ. അതുപോലെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, ദയാഭായി എന്ന് പറഞ്ഞൊരു പൊതുപ്രവർത്തകയുണ്ട്, മലയാളിയാണ്. പക്ഷേ ഉത്തരേന്ത്യയിലാണ് അവർ പ്രവർത്തിച്ചത് മുഴുവൻ. മനുഷ്യാവകാശ പ്രവർത്തകയാണ്. അവർ കുറേ കാലം സെക്രട്ടേറിയറ്റ് കടയിൽ നിരാഹാരം കിടന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് ദയാഭായി സമരം കിടന്നത്. ദയാഭായിയെ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല ഒരു വലിയ മനുഷ്യാവകാശ പ്രവർത്തകയാണെന്ന് തോന്നുന്ന ഒരു സാധാരണ സ്ത്രീ, സാധാരണയിലും സാധാരണ സ്ത്രീ. അവിടെ എൻഡോസൾഫാനിലെ ദുരിതബാധിതരായ ആൾക്കാർക്ക്, കാസർഗോട്ടുള്ളവർക്ക് ന്യായമായ അവകാശങ്ങൾ നേടാൻ വേണ്ടി സമരം കിടന്ന ആ പാവം സ്ത്രീയുടെ, ആ അമ്മയുടെ അല്ലെങ്കിൽ ആ ചേച്ചിയുടെ 17,000 രൂപയും പാസ്പോർട്ടും അടങ്ങിയ ബാഗ് അടക്കം അടിച്ചോണ്ട് പോകുമാരാണ് തിരുവനന്തപുരത്തുള്ളത്. കാരണം ദയാഭായിയെ പോലെ ചിന്തകൾക്ക് പ്രാധാന്യം നൽകുന്നവർ അവർ സമൂഹത്തിന് വേണ്ടി ജീവിക്കും. അവരെ ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാർ പോയി കണ്ടു, അവർക്ക് ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് തയ്യാറാക്കി കൊടുത്തു. അവർ പറഞ്ഞ ന്യായമായ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചു, അവർ സമരവും അവസാനിപ്പിച്ചു. പക്ഷേ ദയാഭായിയെ പോലുള്ളവരെ എത്ര പേർക്ക് സമൂഹത്തിന് അറിയാം? അതേ സ്ഥാനത്ത് കൊച്ചിയിൽ സ്വർണ്ണക്കടയോ തുണിക്കടയൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ ഒരു ഉത്തരേന്ത്യൻ നടി വന്നിരുന്നു. ഞാൻ കളിയാക്കി പറയല്ല, സണ്ണി ലിയോൺ. അവർ കേരളത്തിൽ വരുമ്പോഴൊക്കെ ട്രെയിൻ പിടിച്ചാണ് കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും പാലക്കാട്ടിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും ഒക്കെ കോഴിക്കോട്ടു നിന്നുമൊക്കെ ആളുകൾ, യുവാക്കൾ പാഞ്ഞു വരികയാണ് സണ്ണി ലിയോണെ കാണാൻ. സണ്ണി ലിയോൺ സമൂഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ടോ? ഒരു ചുക്കും ചെയ്തിട്ടില്ല. അവരുടെ മേനി പ്രദർശനം കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ സണ്ണി ലിയോൺ മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് എന്ത് സംഭാവന നൽകി? ഒന്നുമില്ല. സണ്ണി ലിയോൺ മാത്രമല്ലല്ലോ, നമ്മളെ മലയാള ഭാഷയിൽ തന്നെ ഇപ്പോൾ ഒരു നടി നിങ്ങൾക്കറിയാമല്ലോ, അവരുടെ ക്യാമറ എവിടെയാണ് അവരുടെ
ഫിഗർ ഷൂട്ട് ചെയ്യാനായിട്ട് ക്യാമറമാർ വയ്ക്കുന്ന എവിടെയെന്ന് കണ്ടാൽ ഞാൻ വെറുതെ പറയുകയല്ല, അത് ഇഷ്ടം പോലെ എടുത്തോ എന്നുള്ള രീതിയിലുള്ള വേഷഭൂഷാദികളുമായി മേനി പ്രദർശനം നടത്തി നമ്മളെ മലയാള സിനിമയിലെ ഒരു നടി ഇപ്പോൾ എന്തുമാത്രം ഉദ്ഘാടനം ചെയ്യുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ താമസിക്കുന്ന തിരുമലയിൽ ഒരു ജുവലറി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. ലക്ഷക്കണക്കിന് രൂപ വാങ്ങുന്നു. അവിടെ വായി നോക്കിയുള്ള കുറേ എണ്ണം ആൾ കൂടും ഇവർ വരുന്നു എന്നറിയുമ്പോൾ അവർക്ക് കാണാൻ ഭാഗത്തിന് എല്ലാം തുറന്നിട്ട് വിശാലമായ ചിരിയുമായിട്ട് ആ നടി വന്ന് ഉദ്ഘാടനം ചെയ്ത് ജീവിക്കുന്ന നടി എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, അവരിപ്പോൾ സിനിമയിലൊന്നും അങ്ങനെ അധികം ഇല്ല. അപ്പോൾ ദയാഭായിമാരെ അല്ല വർത്തമാനകാല കേരളത്തിന് ആവശ്യം ഇവരെ പോലുള്ളവരാണ്. എനിക്ക് നാണം തോന്നും ചില ഇതൊക്കെ കാണുമ്പോൾ. കാരണം ഈ നടി നടന്നു പോകുമ്പോൾ അവരുടെ ബാക്കിൽ ദയാഭായി ചിന്തകൾക്കാണ് പ്രാധാന്യം നൽകിയെങ്കിൽ നമ്മൾ പറയുന്ന ഈ നടിമാരൊക്കെ ചന്തികൾക്കാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പറയാം. അതുപോലെ തന്നെ ഷൂട്ട് ചെയ്യുന്ന ക്യാമറമാൻമാർക്കും അവരുടെ മുഖം വേണ്ട, അവരുടെ ചന്തി മതി. ആ ഓളം എടുത്തോ എന്നുള്ള രീതിയിൽ ക്യാമറയുടെ മുന്നിൽ കൂടെ അവരിങ്ങനെ ഇങ്ങനെ നടന്ന് ഇഷ്ടംപോലെ ഷൂട്ട് ചെയ്യാൻ നിന്നും കൊടുക്കും. അപ്പോൾ അത് ഈ എന്താ പറയുക, ചന്തിയുടെയും ചിന്തയുടെയും ഒരു വള്ളി മാറിയാലുള്ള പ്രശ്നമാണ്. ഇപ്പോൾ കേരളത്തിലെ കഥ പറയുകയാണെങ്കിൽ KPAC എന്ന് പറഞ്ഞ നാടക ട്രൂപ്പ്, കാളിദാസ കലാകേന്ദ്രം, നമ്മുടെ മുകേഷിൻ്റെ അച്ഛൻ O മാധവൻ്റെ നേതൃത്വത്തിലുള്ള കാളിദാസ കലാകേന്ദ്രം, SL പുരം സദാനന്ദൻ്റെ സൂര്യസോമ, ചാലക്കുടി സാരഥി, വക്കം മാളവിക, കൊച്ചിൻ സംഘമിത്ര, ഇങ്ങനെ എത്ര നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു ഇല്ലേ. നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഓടും പോലെയാണ് സംഘമിത്ര, സതീഷ് സംഘമിത്രയുടെ ഒരു നാടകം കളിക്കുന്നിടത്ത് ജനത്തിരക്ക് ഇല്ലേ. KPACയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി അടക്കം, സർവേക്കൽ അടക്കം, പുതിയ ആകാശം പുതിയ ഭൂമി അടക്കം കേരളീയ മനസ്സുകളിൽ ഇടം നേടിയ നാടകങ്ങൾ എത്ര എണ്ണം അവരൊക്കെ ചെയ്തു. അതുപോലെ തന്നെ വിദേശ കഥകളും ബംഗാളി കഥകളുമൊക്കെ എടുത്ത് മനോഹരമായി, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഇപ്പോൾ വയലാറിൻ്റെ ആയിഷ അടക്കം എടുത്ത് സാംബശിവൻ എത്ര കഥാപുസ്തകങ്ങളുണ്ടാക്കിയില്ലേ. കൊല്ലം ബാബുവും ഹർഷകുമാറും അയിലം ഉണ്ണികൃഷ്ണനും കെടാമംഗലം സദാനന്ദനും ഒക്കെ എന്തുമാത്രം മലയാളികൾക്ക് കഥ പറഞ്ഞു തന്നിരിക്കുന്നു. നമ്മൾ ആ കഥ കേട്ട് വളർന്ന ഒരു തലമുറയിൽപ്പെട്ടവനാണ് ഞാൻ. അതുപോലെ തന്നെ നമ്മുടെ സുകുമാർ അഴീക്കോട് മാഷിൻ്റെ ഒരു പ്രസംഗമുണ്ടെന്ന് പറഞ്ഞാൽ ഇനി എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ പോയിരിക്കും. ടൗൺ ഹാളിലോ PJT ഹാളിലോ ട്രിവാൻഡ്രം ക്ലബിൽ ഹോട്ടലിലോ എവിടെയെങ്കിലും ടവർ തിയേറ്ററിലോ എവിടെയെങ്കിലും ഒരു സുകുമാർ അഴീക്കോട് പ്രസംഗിക്കുന്നു എന്ന് കേട്ടാൽ അന്ന് വേറെ ഒരു പരിപാടിക്ക് പോവില്ല, പള്ളിക്കൂടത്തിൽ പോലും അല്ലെങ്കിൽ കോളേജ് പഠിക്കാൻ പോവില്ല. നമ്മൾ ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കും. ഇപ്പോൾ ടി പത്മനാഭൻ എന്തു പറയുന്നു എന്ന് കേൾക്കാൻ മലയാളിക്ക് ആകാംക്ഷയുള്ള ഇതല്ലേ. കാരണം നല്ല മൂർച്ചയുള്ള വാക്കുകളല്ലേ അദ്ദേഹം പറയുന്നത്. സക്കറിയ, ആ ലിസ്റ്റിൽപ്പെട്ട ആളല്ലേ, MP വീരേന്ദ്രകുമാർ, ഇവരൊക്കെ പറഞ്ഞിരുന്ന വർത്തമാനങ്ങൾ കേൾക്കാൻ മലയാളിക്ക് എന്ത് ഇഷ്ടമായിരുന്നു. അതുപോലെ ONV കുറുപ്പിൻ്റെയും കടമ്പനിട്ട രാമകൃഷ്ണൻ്റെയും ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെയും സുഗതകുമാരി ടീച്ചറിൻ്റെയും കുരിപ്പുഴ ശിവകുമാറിൻ്റെയൊക്കെ കവിത കേൾക്കാൻ, അർത്ഥ സമ്പുഷ്ടമായ കവിതകൾ നല്ല ആലാപന ഉച്ചാരണ ശുദ്ധിയോടെ ഇവരൊക്കെ പാടുന്നത് കേൾക്കാൻ, കവിത ചൊല്ലുന്നത് കേൾക്കാൻ വേറെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും കളഞ്ഞിട്ട് മനുഷ്യർ പോകുമായിരുന്നു, മലയാളി പോകുമായിരുന്നു. എന്നാൽ ഇന്നോ ഈ പറയുന്ന നാടകം, ഉത്സവപ്പറമ്പിൽ എവിടെയെങ്കിലും നാടകമുണ്ടോ? ഉത്സവപ്പറമ്പിൽ എവിടെയെങ്കിലും കഥാപ്രസംഗമുണ്ടോ? ഒരു സാംസ്കാരിക യോഗത്തിൽ കവികൾ കവിത ചൊല്ലുന്നതൊക്കെ വളരെ വിരളമായില്ലേ. നമ്മുടെ കേരളത്തിൻ്റെ എന്താ പറയുക തനത് കല ഇപ്പോൾ സിനിമാറ്റിക് ഡാൻസും മിമിക്രിയല്ലേ, ബാക്കിയെല്ലാം നശിച്ചു പോയില്ലേ. മധുസൂദനൻ സാറ്, V മധുസൂദനൻ സാറ് 12 മക്കളെ പെറ്റൊരമ്മേ നിൻ്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ എന്ന് പാടുമ്പോൾ ഭ്രാന്തമായ ആവേശത്തോടെ അത് കേൾക്കാൻ പോകുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആത്മാവിലൊരു ചിത എന്ന വയലാറിൻ്റെ കവിതയിലെ അച്ഛൻ ഉറങ്ങിക്കിടക്കുന്നു നിശ്ചലം നിശബ്ദത പോലും അന്ന് നിശബ്ദമായി എന്ന് ഉള്ള ആ വരികൾ കേൾക്കുമ്പോൾ ശ്വാസം വിടാതെ നിന്ന് കേൾക്കുമായിരുന്നു. അതുപോലെ എത്ര സുന്ദരം എൻ്റെ മലയാളം, മുത്തുപൗഴങ്ങൾ കൊരുത്തൊരു പൊന്നുനൂൽ പോലെ എന്ന് ONV കുറിപ്പ് എഴുതിയ കവിത മലയാളിയുടെ ഗൃഹാതുരത്വം ഉണർത്തുന്ന കവിതകളായിരുന്നു. പക്ഷേ ഇന്ന് എത്ര പേർ, ഇന്നത്തെ പുതിയ തലമുറയിൽ എത്ര പേർ ഇതൊക്കെ ഓർക്കുന്നു എന്ന് ചോദിച്ചാൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പാടാൻ ഓർക്കുന്നു എന്നുള്ളതിനപ്പുറം മലയാളി അതൊക്കെ ഇന്നേ കളഞ്ഞു. കാലം മാറി, അതുപോലെ കോലവും മാറുന്നു. നമ്മൾ അതിൽ തെറ്റൊന്നും ഞാൻ പറയില്ല, കാലത്തിനനുസരിച്ച് കോലം മാറുന്നു. അത് ഏത് രംഗത്തും നമുക്ക് കാണാനാവും. പ്രസ്ഥാനം കെട്ടിപ്പടുത്ത നേതാവിനെ തന്തയ്ക്ക് വിളിക്കുന്ന കാലമാണില്ലേ ഇപ്പോൾ. 7 MLA-മാരുമായിട്ട് നിയമസഭയിൽ പ്രതിപക്ഷത്തിരുന്ന ഒരു നേതാവ് അദ്ദേഹത്തിൻ്റെ അശ്രാന്ത പരിശ്രമത്തിലൂടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം വരെ എത്തിയ മനുഷ്യനെ തന്തയ്ക്ക് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ പിൻഗാമികളുള്ള കാലമാണ്.
അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്ന പുകവലിക്കുന്ന കാലമാണ്. അതിശയോക്തിയോടെ ഞാൻ പറയുകയല്ല, എനിക്ക് പലരും പറഞ്ഞു തന്ന് അറിയാവുന്നതിൽ നിന്ന് ഞാൻ പറയുകയാണ്. ഇത് പറയുമ്പോൾ ഞാൻ പഠിച്ച ശാന്തിവിള യു പി സ്കൂളിൽ 7ാം ക്ലാസ് വരെ ശാന്തിവിളയിലുള്ളൂ. അവിടെ ഒരു അധ്യാപകനുണ്ടായിരുന്നു, സോഷ്യൽ സ്റ്റഡീസൊക്കെ എടുക്കുന്ന ഒരു അധ്യാപകൻ. അദ്ദേഹം ഇപ്പോൾ മരിച്ചോ ജീവിച്ചോന്നുമില്ല എനിക്കറിയില്ല, എൻ്റെ വീടിനടുത്താണ്. പക്ഷേ ഞാനൊക്കെ പള്ളിക്കുറത്തി പഠിക്കുന്ന കാലത്ത് തള്ളിക്കളഞ്ഞതാണ്. കാരണം കോംപ്ലക്സിൻ്റെ ഒരു പുസ്തകമാണ് അദ്ദേഹം. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു രാമചന്ദ്രനുണ്ട്, ഞങ്ങൾ രാമൻ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന രാമചന്ദ്രൻ. ഒരിക്കൽ വഴിയെ നടന്നു വരുമ്പോൾ ഈ അധ്യാപകനെ കണ്ടപ്പോൾ നമസ്തേ സാർ എന്ന് പറഞ്ഞു. സാർ നമസ്തേ എന്ന് പറഞ്ഞു. രൂക്ഷമായി രാമചന്ദ്രനെ ഒന്ന് നോക്കിയിട്ട് വിഷു പോലും ചെയ്യാതെ അദ്ദേഹം കടന്നുപോയി. ക്ലാസ്സിൽ വന്നവിടെ അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞാൽ കമ്പെടുത്ത് രാമന് 2 അടി അടിച്ചു കൊടുത്തു. അദ്ദേഹം പറയുന്നത് സാർ നമസ്തേ എന്ന് റോഡിൽ വെച്ച് പറഞ്ഞത് അദ്ദേഹത്തിനെ കളിയാക്കാനാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. ഒരു കോംപ്ലക്സിൻ്റെ പുസ്തകമായ ഒരാളായിരുന്നു. ആ അടി കൊണ്ട് രാമൻ പിന്നെ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, രാമൻ ഇപ്പോൾ ശാന്തിവിള വിട്ടുപോയി, പക്ഷേ ശാന്തിവിളയുള്ള കാലം അത്രയും ഈ സാറ് എതിരെ നടന്നു വരികയാണെങ്കിൽ ഉടനെ മുണ്ട് മടത്തി കുത്തു. കാരണം ഇയാളെ ബഹുമാനത്തിന് അർഹതപ്പെട്ട ആളല്ലല്ലോ. സാറ് നമസ്തേ എന്ന് പറഞ്ഞ കുട്ടിയെ ക്ലാസ്സിൽ വന്ന് അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. അതുപോലെ ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചത് നേമം വിക്ടറി ബോയ്സ് ഹൈസ്കൂളിലായിരുന്നു. അവിടെ ഹെഡ് മാസ്റ്റർ ആയിരുന്നത് ഒരു ശ്രീകണ്ഠൻ നായർ സാറാണ്, കരമനയുള്ള ശ്രീകണ്ഠൻ നായർ സാർ. സ്കൂളിൽ സമരമോ തല്ലോ എന്തെങ്കിലും നടക്കുമ്പോൾ ശ്രീകണ്ഠൻ നായർ സാർ ഒരു ചൂരിലും എടുത്തോട്ട് പതിയെ ഭൂമിക്ക് നോവാതെ നടന്നു വരും. പണ്ട് ഗ്ലാസ്കോ മുണ്ടെന്ന് പറയും, ഈ പ്രീമിയർ നമ്പർ 1 എന്നൊക്കെ പറഞ്ഞ് വെളുപ്പിൻ്റെ അങ്ങ് എക്സ്ട്രീമായ മുണ്ടുണ്ടല്ലോ, ഗ്ലാസ്കോ മുണ്ടെന്നാണ് പണ്ട് പറയുന്നത്. ഇപ്പോൾ എന്ത് പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഗ്ലാസ്കോ മുണ്ടൊക്കെ കൊടുത്ത് എന്താ പറയുക, വെള്ള അല്ലെങ്കിൽ ക്രീം കളറിലുള്ള ഫുൾ കൈ ഉടുപ്പ്, അത് ഒരിക്കലും ചുരുട്ടി വയ്ക്കില്ല. അങ്ങനെ ഫുൾ കൈ ഒക്കെ നീർത്തിട്ട് വലിയ കപ്പട മീശയാണ്, ഒരു പ്രത്യേക സ്റ്റൈൽ ഇങ്ങനെ വാക്കകത്ത് ഇങ്ങനെ കിടപ്പുണ്ട്. ആ മീശയ്ക്കകത്ത് കൂടി വാ നിറച്ച് മുറുക്കാൻ ചവച്ച് ഇവിടെയൊക്കെ ചോദിങ്ങനെ ഇരിക്കും. സാറ് ഈ ചൂരലുമായിട്ട് വന്നാൽ അത് ആരോടും, ഒരു കുട്ടികളോടും ഒരക്ഷരം സംസാരിക്കേണ്ട. സാറ് സംസാരിക്കാറുമില്ല. പക്ഷേ ശ്രീകണ്ഠൻ നായർ സാറ് വരുന്നു എന്ന് അറിഞ്ഞാൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾ അപ്പോൾ ഓടി ക്ലാസ്സിൽ കയറുമായിരുന്നു. അദ്ദേഹത്തെ പേടിക്കാത്ത ബഹുമാനിക്കാത്ത ഒരു വിദ്യാർത്ഥി പോലും അക്കാലത്തില്ലായിരുന്നു എന്ന് എൻ്റെ അനുഭവ സാക്ഷ്യം കൊണ്ട് പറയും. അതുപോലെ ഒരു രസകരമായൊരു കഥ കൂടെ പറയാം. എന്നെ കണക്ക് പഠിപ്പിച്ച ഡിക്സൺ എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു, ഡിക്സൺ സാർ. അദ്ദേഹം മീശ വയ്ക്കുകയില്ല, എന്നും ക്ലീൻ ഷേവാണ്. അതുപോലെ തന്നെ പട്ടാളക്കാരുടെ സ്റ്റൈലിൽ പറ്റ മുടിവെട്ടി ഇങ്ങനെ വകുപ്പെടുത്ത് പോകുന്ന ആളാണ്. അദ്ദേഹം നമ്മുടെ പ്രശസ്ത നടൻ സത്യമാഷിൻ്റെ നാടായ ഇവിടെയാണ്, തൃക്കണ്ണാപുരത്താണ് അദ്ദേഹത്തിൻ്റെ നാട്. അവിടുന്ന് പച്ച കളറിലുള്ള ഒരു റാലി സൈക്കിളിൽ ചവിട്ടി, തൃക്കണ്ണാപുരത്ത് അന്ന് പാലം വന്നിട്ടില്ല, വള്ളത്തിൽ സൈക്കിളുമായിട്ട് കയറി അക്കരെ വന്നിട്ട് അവിടുന്ന് സൈക്കിൾ ചവിട്ടി സ്കൂളിൽ വരും. വളരെ കടിച്ചക്കാരനാണ്, ചിരിക്ക് പോലും വളരെ പിശുക്കുള്ള സാറായിരുന്നു ഡിക്സൺ സാർ. കർക്കശക്കാരനെന്ന് പറഞ്ഞാൽ തല്ലിലൊന്നും ഒരു ദാക്ഷണ്യമില്ലായിരുന്നു. ഒരിക്കൽ സാറ് ക്ലാസ്സിൽ ടെസ്റ്റ് പേപ്പർ നടത്തി. മാർക്ക് കുറയുന്നവർക്ക്, ആ ടെസ്റ്റ് പേപ്പറിൽ മാർക്ക് കുറയുന്നവർക്ക് ആ കുറയുന്നതനുസരിച്ച് എത്ര മാർക്ക് കുറവുണ്ടോ അത്രയ്ക്കുള്ള അടി ഉറപ്പായിട്ട് കിട്ടും. പക്ഷേ ടെസ്റ്റ് നടക്കുന്ന ദിവസം എനിക്കെന്തോ വീട്ടിലെന്തോ പ്രശ്നമോ എനിക്ക് പനിയോ എന്തോ പ്രശ്നത്താൽ ഞാൻ അന്ന് സ്കൂളിൽ പോയില്ല. പിറ്റേന്ന് ക്ലാസ്സിൽ ചെന്നപ്പോൾ ഡിക്സൺ സാർ വന്നു. ഇന്നലെ ഈ ക്ലാസ്സിൽ ഞാൻ ടെസ്റ്റ് പേപ്പർ നടത്തുമ്പോൾ വരാത്തവർ എണീറ്റിരിക്കാൻ പറഞ്ഞു. ഞാനടക്കം 4 പേര് എണീറ്റ് വന്നു. ഓരോരുത്തരുടെയായി എന്താണ് വരാത്തതെന്ന് ചോദിച്ച് അതിനനുസരിച്ചുള്ള ശിക്ഷ നടപ്പാക്കി 4മനായ എൻ്റെ അടുത്തെത്തി. ഇന്നലെ എന്താ വരാത്തത് എന്ന് ചോദിച്ചു. ഞാൻ ഉത്തരം പറയും മുമ്പ് അദ്ദേഹം തന്നെ ഇങ്ങോട്ട് ചോദിച്ചു, അച്ഛൻ്റെ ജോലിക്ക് പാരം പോയിരുന്നോ എന്ന് ചോദിച്ചു. അച്ഛൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ പോയിരുന്നു എന്നാണ് ചോദിച്ചത്. അച്ഛൻ്റെ ഡ്യൂട്ടിക്ക് പോയിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്ന് വല്ലാണ്ടായി. കാരണം എനിക്ക് അച്ഛനില്ലല്ലോ, 3.5 വയസ്സിൽ അച്ഛൻ മരിച്ചു പോയില്ലേ. എനിക്ക് സങ്കടം വന്നു. കൈനീട്ടാൻ പറഞ്ഞു. അദ്ദേഹം വടി കൊണ്ട് കൈനീട്ടാൻ വർത്താനം കൊണ്ടൊന്നുമില്ല, കമ്പ് കൊണ്ടാണ് സംസാരിക്കുന്നത്. ആംഗ്യം കാണിച്ചു. അപ്പോൾ അടുത്തിരുന്ന എൻ്റെ സുഹൃത്തായ ഗോപാലകൃഷ്ണൻ, ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി. ഗോപാലകൃഷ്ണൻ സാറിനോട് പറഞ്ഞു, സാർ അവന് അച്ഛനില്ല, അച്ഛൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഡിക്സൺ സാർ വല്ലാണ്ടായി എന്ന് ആ മുഖം എനിക്ക് കാണിച്ചു തന്നു. സാർ ആ ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് തോന്നി. അദ്ദേഹം എൻ്റെ തോളിൽ പിടിച്ചിട്ട് ഇരിക്കുമെന്ന് ഓർഡർ ഇട്ടു. ആ തോളിലെ അദ്ദേഹത്തിൻ്റെ പിടിയിൽ നിന്ന് എനിക്ക് മനസ്സിലായി അതിനൊരു വാത്സല്യത്തിൻ്റെ സുഖമുണ്ടെന്ന്. കാരണം അദ്ദേഹം ചെയ്തത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് തോന്നി. 10ാം ക്ലാസ് കഴിഞ്ഞ് നേമം വിക്ടറി വിടും വരെ
ആ വാത്സല്യം ഡിക്സൺ സാർ എന്നോട് കാണിച്ചിരുന്നു. അച്ഛനില്ലാത്തൊരു കുട്ടി എന്നുള്ളൊരു കൺസെഷൻ. 40 വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്ത കാലത്ത് ഞാൻ തൃക്കണ്ണാപുരം വഴി ആക്റ്റീവ സ്കൂട്ടറിൽ ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ റോഡിൻ്റെ ഇടതുവശത്തു കൂടി ആ ഡിക്സൺ സാർ നടന്നു വരുന്നു. ആകെ ഒരു മാറ്റം എന്തെന്നാന്ന് ചോദിച്ചാൽ, എണ്ണ തേച്ച് ചീകി വെച്ചിരുന്ന തലമുടി മുഴുവൻ നരച്ചു. മീശ ഇപ്പോഴും ഇല്ല, അന്നത്തെ പോലെ തന്നെ. സാറിന് വയറൊന്നും ചാടിയിട്ടില്ല. പട്ടാളക്കാരെ പോലെ, പോലീസുകാരുടെ പോലെയൊക്കെ നല്ല നല്ല ശരീരമാണ്. ഈ വയസ്സായപ്പോഴും അദ്ദേഹത്തിന് വയറോ ഒന്നും ചാടിയിട്ടില്ല. മീശ വയ്ക്കാത്ത ഒരു പട്ടാളക്കാരനെന്നേ തോന്നുന്നു. ആക്റ്റീവ ഓടിച്ച് മുന്നിലൂടെ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സാറിൻ്റെ മുന്നിലൂടെ ഞാൻ ഓടിച്ചു പോയിട്ട് ഞാൻ തിരിച്ചു വന്ന് സാറിൻ്റെ മുന്നിൽ ആക്റ്റീവ നിർത്തി. എന്നിട്ട് ഞാൻ വച്ചിരുന്ന കറുത്ത കണ്ണടയും ഹെൽമറ്റും മാസ്കും ഒക്കെ ഊരി പിശുക്കുള്ള ആ പഴയ ചിരി ചിരിച്ചിട്ട് അദ്ദേഹം തിരക്കി, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇതാണ് എൻ്റെ ആദ്യം ചോദിക്കുന്നത്. 40 വർഷം കഴിഞ്ഞ് കാണുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഏത് വർഷം, ഏത് ഡിവിഷൻ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 10D. എന്താ പേര്? ഞാൻ എൻ്റെ പേര് പറഞ്ഞു. എന്തു ചെയ്യുന്നു ഇപ്പോൾ? ഞാനിപ്പോൾ എന്താണ് എന്നുള്ളത് പറഞ്ഞു. ആ മുഖത്തൊരു സന്തോഷം കാണണം. ഞാൻ പഠിപ്പിച്ചൊരു കുട്ടി സിനിമ TV രംഗത്ത് പ്രവർത്തിക്കുന്നു, സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നു, അതൊരുപാട് പേര് കാണുന്നു, TV ചർച്ചകളിൽ പങ്കെടുക്കുന്നു. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ഓടിപ്പോയി കാണാം. ആ മുഖത്ത് ആ സന്തോഷത്തിൽ എനിക്കത് തോന്നി. എവിടെ പോയതാ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഞാൻ അടുത്ത് തിരുമലയിൽ മങ്കാട്ടുടവിലേക്ക് പോകുന്ന റോഡിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സാർ തിരിഞ്ഞ് പുറകോട്ട് കാണിച്ചിട്ടുണ്ട്. ഞാൻ ആ വഴിയിലാണ് താമസം. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ആ വഴിയിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്തിനാ എന്ന് ചോദിച്ചു. ഞാൻ അവിടെയാണ് നമ്മുടെ ഡോക്ടർ ലോറൻസ് താമസിക്കുന്നത്. മൃഗങ്ങളെ, എൻ്റെ പാറുവിനെയൊക്കെ പരിശോധിക്കുന്ന ഡോക്ടർ ലോറൻസിൻ്റെ കുടുംബ വീടാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഒരു മരണത്തിന് ഞാൻ വന്നിട്ടുണ്ട്. അതിനടുത്തിരിക്കുന്ന വീടാണ് എൻ്റേത്. ഒരു ദിവസം അങ്ങോട്ട് വരാം സാർ. ഒരു ചിരി സമ്മാനിച്ചിട്ട് ഡിക്സൺ സാർ നടന്നു പോയി. ഇന്നാണ് ഡിക്സൺ സാർ എന്നോട് അച്ഛൻ്റെ ജോലിക്ക് പോയിരുന്നോ എന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും വിവരം അറിയും. സമരമാവും, സാറിന് സസ്പെൻഷനും കിട്ടും. കാരണം കുട്ടിയുടെ അച്ഛനെ വിളിച്ചു പറഞ്ഞിട്ട്. നമ്മുടെ കാലം അങ്ങനെയാണല്ലോ ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ PTA മീറ്റിംഗ് കൂടുന്നു, സ്റ്റാഫ് മീറ്റിംഗ് കൂടുന്നു. ഡിക്സൺ കാണിച്ചത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ഡിക്സൺ സാറിൻ്റെ പുറത്ത് എല്ലാവരും കൂടെ കുതിര കയറും. അങ്ങനെ ജോലി വരെ വേണമെങ്കിൽ തെറിക്കാം. അതാണ് ഇന്നത്തെ കാലം. കാരണം ഒരു കുട്ടിയെയും അധ്യാപകന് ശിക്ഷിക്കാനുള്ള അവകാശമില്ലാത്ത ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. M. കൃഷ്ണനായർ സാർ അവസാനം ചെയ്ത സിനിമയുടെ പേര് പോലെ കാലം മാറി കഥ മാറി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ കാലം മാറിയത് മനസ്സിലാക്കാത്ത, എന്താ പറയുക, ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പലായാൽ കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജിലെ പ്രിൻസിപ്പലിനെ പോലെ ആകും എന്ന് പറയാനാണ് ഞാൻ ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞത്. കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജിലെ ഒരു വിവരം കെട്ട അധ്യാപിക ഞാൻ പറയുള്ളൂ. പ്രിൻസിപ്പൽ ഇവരെങ്ങനെയൊക്കെ അധ്യാപിക എന്ന് പറയുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അക്ഷരം കൊണ്ട് ജീവിക്കേണ്ട, 10 പിള്ളേർക്ക് അക്ഷരം പറഞ്ഞു കൊടുത്ത് ജീവിക്കേണ്ട ഒരു സ്ത്രീ ആ കോളേജിൽ കാണിച്ച ഒരു പോക്കൃതനം കണ്ടില്ലേ? സഭ നടത്തുന്ന കോളേജാണ്, യൂണിയനൊന്നുമില്ല, അങ്ങനെ സൗകര്യമുണ്ട്. അവിടെ SFIയും KSUവും ABVP ഒന്നുമില്ല. അതുകൊണ്ട് സഭയും ഈ പറഞ്ഞ പ്രിൻസിപ്പൽ സ്ത്രീയും ഒക്കെ തന്നെ ആയിരിക്കും അവിടെ ഭരിച്ച് മുടിക്കുന്നത്. അവരുടെ ചിങ്കിടികളാവും അവിടെ ഉന്നത പോസ്റ്റുകളിലിരിക്കുന്നത്. ഈ സഭയുടെ ആൾക്കാരാകുമ്പോൾ, സഭയുടെ ആകുമ്പോൾ അങ്ങനെ NSSൻ്റെ സ്കൂളും കോളേജാകുമ്പോൾ NSSകാരെ ഭരിക്കും, SNDP ആകുമ്പോൾ SNDP ഭരിക്കും. അങ്ങനെ ഓരോരുത്തരും ഇപ്പോൾ ഓരോ കോളത്തിനകത്താണല്ലോ, ഓരോ അറയ്ക്കകത്താണല്ലോ ഇപ്പോൾ. അപ്പോൾ ഈ പറഞ്ഞ സെൻറ്റ് പീറ്റേഴ്സ് കോളേജിലെ സ്കൂൾ വിദ്യാർത്ഥി യൂണിയനൊന്നും ഇല്ലാത്ത കോളേജായതുകൊണ്ട് ഈ അധ്യാപിക അടക്കമുള്ള, ഈ പ്രിൻസിപ്പൾ അടക്കമുള്ളവരായിരിക്കും അവിടെ ഭരിച്ചു മുടിക്കുന്നതെന്ന് ഞാൻ പറയും. അവർക്ക് പേരിൻ്റെ മുന്നിൽ ഒരു ഡോക്ടറേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഡോക്ടറൊന്നും കൂടെ ചേർത്താണ് അവർ പേരിൻ്റെ അവസാനമാണെങ്കിൽ പിന്നെ കുറേ ഡിഗ്രികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ കാലത്തിൻ്റെ മാറ്റം, കുട്ടികളുടെ മാറ്റം, സമൂഹത്തിൻ്റെ മാറ്റം ഒന്നും ഈ സ്ത്രീക്ക് അറിയില്ല എന്ന് ഞാൻ പറയും. ഈ സ്ത്രീക്ക് അറിയില്ല. അതുകൊണ്ടാണ് വിവരക്കേടുകൾ കാണിക്കണമെന്ന് തോന്നണേ. സമൂഹത്തിൻ്റെ മാറ്റം അറിഞ്ഞാൽ, കാലത്തിൻ്റെ മാറ്റം അറിഞ്ഞാൽ ഇങ്ങനെയൊന്നും കാണിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർ രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്നവരായി പെരുമാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നടന്ന നമ്മുടെ ജാസി ഗിഫ്റ്റ് എന്ന് പറഞ്ഞ പാവത്താനായ 5 വർഷം സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൽ ഞാനും ജാസിയും
എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബോർഡിലുണ്ടായിരുന്നു ഡയറക്ടർമാരായിട്ട്. എക്സിക്യൂട്ടീവ് കൂടുമ്പോൾ കർണാടകയിൽ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഹൈദരാബാദിലോ ഒക്കെ നിന്ന് എന്നെ ജാസി വിളിക്കും. അടാ ഞാൻ നാളെ വരണോ, എനിക്ക് ഇവിടെ 2 പടത്തിൻ്റെ മിക്സിംഗ് ഉണ്ട്, ഞാൻ ആകെ പ്രശ്നത്തിലാണ്. അപ്പോൾ അത് വരണ്ട, നീ വരണ്ട, ഇവിടെ എന്താണ് മീറ്റിങ്ങിൽ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ അറിയിക്കാമെന്ന് ഞാൻ പറയും. അല്ല തുടർച്ചയായിട്ട് വരാതിരുന്നോ പുറത്താവോ? ഞാൻ പറഞ്ഞു ഇല്ല, അതൊക്കെ നമുക്ക് ശ്രീമാനേട്ടൻ്റെ പറഞ്ഞ് ലീവ് അനുവദിപ്പിക്കാം, ഞാൻ പറയാം, നീ ലീവ് അനുവദിക്കണമെന്ന് പറഞ്ഞു എന്ന് പറയാമെന്ന്. അത്രയും ഒരു പാവത്താനെ മനുഷ്യനായിരുന്നു. 5 വർഷവും സാംസ്കാരിക ക്ഷേമതയിൽ ഒരു പ്രശ്നവും, ഞാൻ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പോലും ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത ആളാണ് ജാസി ഗിഫ്റ്റ്. അത് ജാസി ഗിഫ്റ്റിനോട് കാണിച്ചതൊക്കെ ഇത്തിരി കടന്ന കൈയായിപ്പോയി എന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. അത് വകവെച്ച് കൊടുക്കാൻ പുതിയ ജനറേഷൻ എന്താ പറയുക തയ്യാറാവില്ല എന്നുള്ളതിനാണ് ഈ പ്രിൻസിപ്പാളിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ അറഞ്ഞം പുറഞ്ഞമാണ് പിള്ളേർ മുദ്രാവാക്യം വിളിച്ച് തള്ളിയത്. എന്തൊക്കെയോ വിളിക്കുന്നുണ്ട് അവരെ, ഈ സ്ത്രീയെ. നാണമില്ലെങ്കിൽ പിന്നെ എന്താ പറയുക, നാണം കിട്ടവൻ്റെ ആസനത്തിൽ ആര് വരുത്താൽ അതും തണലെന്ന് വിചാരിക്കുമെന്ന് പണ്ടുള്ളവർ പറയുമ്പോൾ അല്ലേ. ഇനി എത്ര ചീത്ത വിളിച്ചാലും ഇവർക്കും അതിൽ നാണം കാണില്ല. അങ്ങനെ നാണമൊക്കെ ഉള്ള അഭിമാനമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ഒരു പൊതുവേദിയിൽ നിന്ന് കുട്ടികൾ, ഭൂരിപക്ഷം കുട്ടികളിരിക്കുന്ന ഒരു സദസ്സിൽ നിന്ന് ഇങ്ങനത്തെ വേലകൾ കാണിക്കുമോ? ബുദ്ധിയും വിവേകമുള്ള ഒരാളാണ് കോളേജിൻ്റെ തലപ്പത്തിരിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്നതെങ്കിൽ കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സിലുണ്ടായ ന്യായീകരിക്കാനാവാത്ത ചെറ്റത്തരം നടക്കില്ലായിരുന്നു എന്നാണ് എൻ്റെ പക്ഷം. ഇന്നത്തെ കാലത്ത് കോളേജ് ഡേ ഉദ്ഘാടനം ചെയ്യാൻ കവിയൂർ പൊന്നമ്മയെ വിളിക്കണമെന്ന് കോളേജ് പ്രിൻസിപ്പൾ പറഞ്ഞാൽ പിള്ളേർ കൂകും ഇല്ലേ? പുതിയ ജനറേഷൻ അങ്ങനെയാണല്ലോ. അവർക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഐറ്റംസുകളെയാണ് ഇഷ്ടം. അതിന് പകരം കവിയൂർ പൊന്നമ്മയെ വിളിക്കാമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഗെറ്റൗട്ട് അടിക്കും, പിള്ളേർ സമ്മതിക്കില്ല. പിന്നെ ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹണി റോസ് ചേച്ചി കിട്ടുമോ എന്നായിരിക്കും ഈ പ്രിൻസിപ്പളിനോട്, ഈ സ്ത്രീയോട് ആദ്യം അവിടെ പഠിക്കുന്ന പിള്ളേർ ചോദിക്കുന്നത്. ഹണി റോസ് ചേച്ചി കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് പറയും. ഹണി റോസ് ചേച്ചി വന്നാൽ നമ്മുടെ ഈ സ്കൂൾ കോളേജിൻ്റെ ഇനോഗ്രേഷൻ നന്നായി നടക്കുമെന്ന് പറയും, നല്ല കവറേജും കിട്ടും. പിള്ളേരുടെ നിർബന്ധത്തിന് വഴങ്ങി ഹണി റോസിനെ ക്ഷണിച്ചിട്ട് കോളേജാണ്, അതുകൊണ്ട് കരാൾക്കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു സെറ്റ് മുണ്ട് കൊടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ ഹണി റോസ് കേൾക്കുമോ? അവർക്കിഷ്ടമുള്ള കംഫർട്ടബിളായ ഡ്രസ്സല്ലേ അവരിടും. പ്രിൻസിപ്പളിന് വിവരമില്ല എന്ന് ഹണി പറയും. കാരണം ആ കുട്ടി അവർക്ക് കംഫർട്ടബിളായ ഡ്രസ്സുകളെ ഇടൂ, അവൾക്ക് ധരിച്ചാൽ അഴകുള്ള വേഷങ്ങളെ അവൾ ധരിക്കൂ. ഇത് തന്നെയല്ലേ കോലഞ്ചേരിയിലും സംഭവിച്ചത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒറ്റ പാട്ടുകൊണ്ട് മലയാളിയുടെ യുവത്വത്തെ കയ്യിലെടുത്ത ഹരമായി മാറിയ ഗായകനാണ് ജാസി ഗിഫ്റ്റ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇപ്പോഴും ലജ്ജാവതിയെ എന്ന് കേട്ടാൽ കൊച്ചു 3-4 വയസ്സുള്ള കുട്ടികൾ വരെ തുള്ളി കളിക്കുന്നവണ്ണം കാണാൻ. അതൊരു എന്താ പറയുക മിടുക്ക് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെ ഞങ്ങൾ കോളേജുകാർക്ക് ഇഷ്ടമല്ല, പക്ഷേ കുരുത്തം കെട്ട പിള്ളേർ നിങ്ങൾക്കായി വാശി പിടിക്കുന്നു, അതുകൊണ്ട് നിങ്ങളെ കോളേജിൽ കയറ്റുന്നു എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനമുള്ള ആരും പോകുമെന്ന് എനിക്ക് തോന്നില്ല. പക്ഷേ നിങ്ങൾ മൈക്ക് കൈ കിട്ടുമ്പോൾ ലജ്ജാവതിയും തേങ്ങയും മാങ്ങയും ഒന്നും പാടരുത്. ദേവരായൻ്റെ സംഘത്തിൽ നമ്മളെ KS ജോർജ് പാടിയ KPSCയിലെ പാട്ടുകൾ പാടിയാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാമോ അല്ലെങ്കിൽ അങ്ങനെ ശടിക്കാമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ യേശുദാസ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ പാടും, ജയചന്ദ്രൻ വന്നാൽ ജയേട്ടൻ്റെ പാട്ടുകളെ പാടും, MG ശ്രീകുമാർ വന്നാൽ MG ശ്രീകുമാർ പാടിയ പാട്ടുകളെ പാടും, ചിത്ര വന്നാൽ ചിത്രയ്ക്ക് ഇഷ്ടമുള്ള പാട്ട് പാടും. അതുപോലെ ജാസി ഗിഫ്റ്റ് വന്നാൽ ജാസി സംഗീതം കൊടുത്താൽ ജാസി പാടിയിട്ടുള്ള പാട്ടുകളല്ലേ പാടും. അപ്പോൾ അങ്ങനെ ഒരാളിനെ വിളിക്കുമ്പോൾ അദ്ദേഹം പാടിയ തരത്തിലുള്ള അടിപൊളി പാട്ടുകളായിരിക്കും വന്ന് പാടാൻ പോകുന്നതെന്നുള്ളൊരു സാമാന്യം ബോധം അല്ലെങ്കിൽ ജനറൽ നോളജ് ഈ പ്രിൻസിപ്പളിന് വേണ്ടി. ഡോക്ടറേറ്റ് കിട്ടിയതുകൊണ്ടോ പേരിൻ്റെ താഴെ കുറേ വാലുകൾ എഴുതി വെച്ചിട്ടുണ്ടോ കാര്യമുണ്ടോ? അവരത് മനസ്സിലാക്കണമായിരുന്നു. അതിന് പകരം നിങ്ങളുടെ കാര്യം ചെയ്യുക, യേശുദാസ് ആദ്യമായിട്ട് കാൽപ്പാടുകളിൽ പാടിയ ഗുരുദേവൻ്റെ ജാതിഭേദ മതദ്വേഷം പാടാൻ പറഞ്ഞാൽ ജാസി പാടിയാൽ എങ്ങനെ ഇരിക്കും നിങ്ങൾ ആലോചിച്ചു? ജാസിക്ക് ജാസിയുടേതായ രീതിയിലുള്ള പാട്ടുകളല്ലേ പാടാൻ പറ്റൂ. ഇപ്പോൾ ജാസി സെൻറ്റ് പീറ്റേഴ്സിൽ വന്നു, അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ വശമില്ല. ജാസിക്ക് സംസാരിക്കുന്നതിന് വളരെ ദുർലഭമായ വാക്കുകളുണ്ടല്ലേ ജാസി സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആ ഫംഗ്ഷന് വന്നു, അദ്ദേഹത്തിന് ആകെ അറിയാവുന്നത് പാടാനാണ്. അപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞിരുന്നു പാടാമെന്ന്. അപ്പോൾ അഴീക്കോട് മാഷിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട്, അല്ലെങ്കിൽ നമ്മളെ ജീവിച്ചിരിക്കുന്ന T പത്മനാഭനെ കണ്ണൂരിൽ നിന്ന് ക്ഷണിച്ചു കൊണ്ടുവന്നിട്ട് ഞങ്ങൾ അധ്യാപകരുടെയും സഭയുടെയും നെഞ്ചിൽ കുത്തുന്ന വർത്തമാനമൊന്നും പറയണ്ട, ഒരു കവിതയോ പാട്ടോ പാടി ഉദ്ഘാടനം നടത്തിക്കോ എന്ന് പറഞ്ഞാൽ T പത്മനാഭനാണ് വരുന്നതെങ്കിൽ അദ്ദേഹം തെറികൊണ്ട് അഭിഷേകം നടത്തുന്നുള്ള ഒരു ഉറപ്പാണ്.
തെറി എന്ന് പറഞ്ഞാൽ ചീത്തയല്ല, വഴക്ക്, നല്ല നല്ല ഭാഷയിൽ പറയാൻ അദ്ദേഹത്തിന് അറിയാമല്ലോ. അത് വേണ്ട. ജാസി ഗിഫ്റ്റ് സംഗീതം കൊടുത്ത് 2003 റിലീസായ സഫലം എന്ന് പറഞ്ഞ അശോകർനാഥിൻ്റെ ഒരു പടമുണ്ട്. ആ ചിത്രത്തിലെ തൂവെള്ള തൂവും ഉഷസ്സിൻ വാനിൽ കാർമേഘത്തിൻ ശരമാല എന്ന് പറഞ്ഞൊരു മനോഹരമായ പാട്ടുണ്ട് ജാസി പാടി. ഈ കോളേജിൽ വന്ന് നിന്ന് പാടിയാൽ നിറം എന്ന് പറഞ്ഞ കമലിൻ്റെ സിനിമയിൽ പ്രായം തമ്മിൽ മോഹം തമ്മിൽ എന്നൊക്കെ പറഞ്ഞ പാട്ടിൻ്റെ തുടക്കത്തിലൊരു ക്ലാസിക്കൽ പാട്ട് പാടുമ്പം പിള്ളേർ കൂവുന്നില്ലേ, അതുപോലെ ജാസിയെ കൂവി വെളുപ്പിക്കും. അല്ലെങ്കിൽ 2005 പുറത്തു വന്ന ഡിസംബർ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അതിൽ യേശുദാസ് പാടിയ, ജാസി സംഗീതം കൊടുത്ത സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ കരയാതെ ആരോമൽ തുമ്പി എന്ന് പറഞ്ഞ പാട്ട് പാടാൻ പറഞ്ഞാൽ ജാസിയിൽ നിന്ന് അതല്ല ഈ കുട്ടികൾ പ്രതീക്ഷിക്കുന്നത്. അവർ ലജ്ജാവതി പോലെ അടിപൊളി പാട്ടുകളായിരിക്കും പ്രതീക്ഷിക്കുന്നത്. ജാസി വരുമ്പോൾ അതാണല്ലോ പ്രതീക്ഷിക്കുക. ഇപ്പോൾ AR റഹ്മാൻ വരുമ്പോൾ MS വിശ്വനാഥിൻ്റെ പാട്ട് പാടണമെന്ന് പറഞ്ഞാൽ നടപ്പുണ്ടോ? AR റഹ്മാൻ വരുമ്പോൾ റഹ്മാൻ ഉണ്ടാക്കിയെടുത്ത പാട്ടുകളുണ്ടല്ലോ, അടിപൊളി പാട്ടുകളുണ്ട്, അത് കേൾക്കാനായിരിക്കുമല്ലോ ആളുകൾക്ക് ഇഷ്ടം. ഇത്രയും കാര്യമെങ്കിലും ചിന്തിക്കാനുള്ള കോമൺ സെൻസ് ഈ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞ സ്ത്രീക്ക് ഇല്ലാതായിപ്പോയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ജാസി ആളൊരു പാവവും മാന്യനും ആയിപ്പോയി എന്നുള്ളത് കൊണ്ടാണ് ഈ അധ്യാപിക രക്ഷപ്പെട്ടതെന്ന് ഞാൻ പറയും. അതിനാൽ കോളേജ് പ്രിൻസിപ്പലിന് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ മൈക്ക് പിടിച്ചു വാങ്ങാൻ പറ്റി. എത്ര ബോർ സ്ത്രീ എന്ന് ആലോചിച്ച്. ഒരു ഗായകൻ പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ അയാൾ ഹമ്മിങ് പാടിക്കഴിയുമ്പോൾ ആ മൈക്കിനെ പിടിച്ചു വാങ്ങിച്ചിട്ട് എന്താ വായു ഗുളിക്ക് പോവേണോ? അവരൊക്കെ അവസാന ശ്വാസം എടുക്കാനാണ് ഈ മൈക്ക് വാങ്ങിച്ച് സംസാരിക്കണേ. ആ പാട്ട് 3 മിനിറ്റല്ലേ ഉള്ളൂ, ആ 3 മിനിറ്റ് കഴിയട്ടെ എന്ന് വിചാരിക്കണ്ടേ? അവർ ഹമ്മിങ് പാടിക്കഴിയുമ്പോൾ മൈക്ക് വയ്ക്കുമ്പോൾ ഞാനായിട്ടായിരിക്കുമല്ലോ, ഞാൻ ഒരു മൈക്ക് വെച്ചാൽ പോതള്ളേ എന്ന് പറഞ്ഞേ, മൈക്ക് തേങ്ങ എന്ന് ഞാൻ അങ്ങനെ പറയുള്ളൂ. പക്ഷേ ജാസി ഒരു പാവമായതുകൊണ്ടും ഒരു ശുദ്ധനായതുകൊണ്ടും വളരെ മാന്യനായതുകൊണ്ടും അയാളുടെ പാടിക്കൊണ്ട് നിന്ന ആളുടെ മൈക്കിനെ പിടിച്ചു വാങ്ങിച്ചിട്ട് പോലും അയാൾ ഒരക്ഷരം പ്രതിഷേധിച്ചില്ല എന്നുള്ളതാണ്. ഈ സ്ഥാനത്ത് ഞാൻ കേൾക്കട്ടെ, യേശുദാസിനെ പോലെ, ജയചന്ദ്രനെ പോലെ, MG ശ്രീകുമാറിനെ പോലെ ഒന്നും വേണ്ട, അധികം ആരോടും ഉടക്കാത്ത ശാന്തപ്രകൃതനായ വേണുഗോപാലാണ് പാടാൻ വന്നതെന്ന് വെച്ചോളൂ. ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ട് ഇതുപോലെ പാടുകയാണ്. അയാൾ പാടുമ്പോൾ ഇതുപോലെ മൈക്ക് ചോദിച്ചാൽ കൊടുക്കുമോ? വിവരം അറിയും എന്നേ എനിക്ക് പറയാനുള്ളൂ. മൈക്കിൽ കയറി പിടിച്ചാൽ വിവരം അറിയും. ദാസേട്ടൻ്റെ കാര്യം ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. അദ്ദേഹത്തെ ക്ഷണിക്കാൻ വരുന്ന എയർപോർട്ടിൽ വന്നിറങ്ങുന്ന അല്ലെങ്കിൽ ഹോട്ടലിൽ വരുന്ന കാറ് സീറ്റിലിട്ടിരിക്കുന്ന വെള്ള അല്ലെങ്കിൽ കയറാത്ത ആളാണ് ഇപ്പോൾ ദാസേട്ടൻ. വെള്ള ടവലിട്ടാത്ത കാറാണെങ്കിൽ കയറില്ല. ഞാൻ ആ ടവലാണെങ്കിൽ അതിൽ ചാരിയിരിക്കും എന്ന് പറയും. അങ്ങനെയുള്ള ഒരാൾ സ്റ്റേജിൽ വന്ന് ഒന്നാമത് അദ്ദേഹത്തിൻ്റെ ഒന്നും അടുത്ത് ആരും നിൽക്കാൻ സമ്മതിക്കില്ല. ഇപ്പം ജയചന്ദ്രൻ വരികയാണെന്ന് വെച്ചോളൂ, ജയചന്ദ്രൻ്റെ അടുത്ത് കയറി നിൽക്കാൻ പറ്റുമോ? ജയേട്ട ഓടിക്കില്ലേ? കണ്ണുകൊണ്ടൊന്ന് നോക്കിയാൽ മതിയല്ലോ. ഈ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞ സ്ത്രീ മൂത്രം ഒഴിച്ചുകൊണ്ട് ഓടും. എനിക്ക് പറഞ്ഞു വരുമ്പോൾ സഭ്യത നഷ്ടപ്പെടുന്നോ എന്നൊരു സംശയമുണ്ട്. എനിക്ക് അത്രയും പുച്ഛം തോന്നി ആ സ്ത്രീയോട്. ഇവരെങ്ങനെയായ ഒരു പ്രിൻസിപ്പൾ എന്ന് പറയണേ? അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്ത്രീ, ഒരു പാട്ട് പാടാൻ വന്നിരിക്കുന്ന ഒരു ഗായകൻ, ഒരു സാധുവായ മനുഷ്യനെ ആയിരക്കണക്കിന് കുട്ടികളുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ മൈക്ക് പിടിച്ച് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ ഒരു പെണ്ണായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പെണ്ണിനിപ്പോൾ ഈ സംസ്ഥാനത്ത് ഒരുപാട് വിലയുള്ള കാലമല്ലേ. പെണ്ണിന് എന്ത് പോക്കൃത്തിനും കാണിക്കാം, പക്ഷേ പെണ്ണിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം കേസെടുക്കുന്ന നാടാണല്ലോ ഇപ്പോൾ കേരളം. കുറച്ച് ദിവസം കഴിയട്ടെ, നമ്മൾ കേരളം പുതിയ നിയമം കൊണ്ടുവരേണ്ടി വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മാന്യമായി ജീവിക്കുന്ന പുരുഷന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ളൊരു നിയമം കേരളത്തിൽ വരേണ്ടി വരും. ആ രീതിയിലേക്കാണ് കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറയും. അത് ഞാൻ പലപ്പോഴും എൻ്റെ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് 3.5 വയസ്സും 2.5 വയസ്സ് അനിയനുള്ളപ്പം അച്ഛൻ മരിച്ചിട്ട് വേറൊരു പുനർവിവാഹം കഴിക്കാൻ പറഞ്ഞിട്ട് അതുപോലും ചെയ്യാതെ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച അമ്മയും ഒരു സ്ത്രീയാണ് എൻ്റെ അമ്മ. അതുപോലെ എനിക്ക് സിനിമയിൽ തന്നെ ഇപ്പോൾ പൊന്നമ്മാമേരെ കാര്യം പറഞ്ഞാൽ എനിക്ക് എത്രയോ പേരെ സിനിമയിൽ ഞാൻ ബഹുമാനിക്കുന്ന ആളുകളുണ്ട്, സ്ത്രീകൾ. പക്ഷേ കേരളം പോകുന്ന ഒരു വൃത്തികെട്ട വഴിയിലൂടെയാണെന്ന് ഞാൻ പറയും. അപ്പോൾ അതിനൊരു നിയമമാറ്റമൊക്കെ വേണ്ടി വരും. ആ അവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ ഒരു സൂചനയാണ് ഇതൊക്കെ. ജാസി ഗിഫ്റ്റിനെ പോലെ ഇന്ത്യ അറിയുന്ന ഒരു സംഗീത സംവിധായകനെ, ലോകത്ത് മുഴുവൻ ആരാധകനുള്ള ഒരു സംഗീത സംവിധായകൻ പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ അയാളുടെ മൈക്ക് പിടിച്ചു വാങ്ങിച്ചിട്ട് പെലോളിക്ക് പോകാൻ ചെല്ലുമ്പോൾ ഓടിച്ചെന്ന് മൈക്ക് പിടിച്ചു വാങ്ങിച്ചിട്ട്, ഇവിടെ ഞങ്ങൾ പറഞ്ഞിരുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് ജാസി ഗിഫ്റ്റ് മാത്രമേ സംഘഗാനം പാടാവൂ. സംഘഗാനം പാടുമ്പോൾ ജാസി ഗിഫ്റ്റ് മാത്രമേ പാടാവൂ, കൂടെ വരുന്ന ഒരാളും കൂടെ പാടാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ശുദ്ധ പോക്കൃത്തനാണെന്നേ. കുട്ടികളെന്തോ സംയമനം പാലിച്ചു എന്നാണ് അവർ കൂവിയതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അവർ കടന്നില്ല. ഞാൻ കേട്ടെ, അതിലിരുന്ന ഈ ദേഷ്യം വന്ന ജാസിയെ സ്നേഹിക്കുന്ന ഏതെങ്കിലും 4 പയ്യന്മാർ 4 ചെരുപ്പെടുത്ത് മോന്തയിൽ എറിഞ്ഞു കൊടുത്തെങ്കിൽ എന്താവും അവസ്ഥ? ടീച്ചർമ്മയുടെ മോന്ത എന്താവും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അതിൽ അല്പം സ്പിരിറ്റുള്ളതുണ്ടായിരുന്നു. എന്നെ പോലെ അല്പം ചൂടനാവുന്ന ഒരർത്ഥം ഉണ്ടെന്ന് വെച്ചാൽ ഞാനപ്പോൾ ഷൂ ഊരി എറിയില്ലേ മോന്തയിൽ. കാരണം ഒരു ഗായകന് ഇതിനപ്പുറം
ഇൻസൾട്ട് ചെയ്യാനുണ്ടോ? ക്ഷണിച്ചു വരുത്തിയിട്ട് അയാളെ ഇൻസൾട്ട് ചെയ്യുന്നു, ഇതിനപ്പുറമുണ്ട്. എന്നിട്ട് അവർ ന്യായീകരിക്കുന്നു. അതിൻ്റെ ന്യായീകരണ തൊഴിലാളികൾ അവർക്ക് താഴെ കുറേ പേര് ന്യായീകരിച്ചിരിക്കുന്നു അവരെ. അവിടെ കോളേജിൽ മറ്റേ ചെറുക്കനെ ഇടിച്ചു കൊന്നില്ലേ, ഇവിടെ കോളേജിൽ അധ്യാപനെ അടിച്ചില്ലേ, ജാസി ഗിഫ്റ്റ് പാടുമ്പോൾ ഡാൻസ് കളിക്കുന്നത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ, റിമി ടോമിയും ജാസി ഗിഫ്റ്റ് ഉഷാ പുതുപ്പും ഒക്കെ വരുമ്പം സൂക്ഷിക്കണം. കാരണം ഇവരൊക്കെ വരുമ്പോൾ ഭയങ്കര പ്രസീത ചാലക്കുടിയൊക്കെ വരുമ്പം പിള്ളേർ സീറ്റ് ഇരിക്കില്ല, അവർ ചാടിക്കളിക്കുക. അത് യുവത്വത്തിൻ്റെ ഒരു ഇതാണെന്നേ. അത് എത്രയോ പേരെ നമ്മൾ കണ്ടിരിക്കുന്നു, എത്രയോ പേരെ. അതിപ്പോൾ ഇന്നലെ തുടങ്ങിയതൊന്നും അല്ല. എന്തായാലും പിന്നെ യേശുദാസിനെയൊക്കെ ഉള്ളവരെന്ന് പറഞ്ഞാൽ ദാസേട്ടനൊന്നും ഈ കൂതറ പരിപാടിക്ക് വിളിച്ചാൽ വരില്ല. കാരണം ഇതുപോലുള്ളൊരു വിവരം കെട്ട ഒരു സ്ത്രീ എന്ന് വിളിച്ചാൽ വരുമോ? ദാസേട്ടൻ വരെയൊന്നുമില്ല, വേറെ പണി നോക്കുന്നറിയാം. അല്ലെങ്കിൽ എങ്ങനെ പറയും, ആ കോളേജ് വിറ്റ് ആ സ്ഥലം അത്രയും വിറ്റിട്ട് അത്രയും തുക ചോദിക്കും സംഭാവനയായിട്ട്, എനിക്ക് അത്രയും രൂപ എന്നാൽ വരാമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ദാസേട്ടനൊന്നും വരില്ല. പിന്നെ പറ്റിയ പാർട്ടി ജയചന്ദ്രനായിരുന്നു. പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ സ്റ്റേജിൽ കയറിയാൽ അല്ലെങ്കിൽ സ്റ്റേജിനടുത്ത് നിന്ന് വർത്തമാനം പറഞ്ഞാൽ വിവരം അറിയും ജയേട്ടൻ പാടുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളായിരുന്നു വരാൻ. പക്ഷേ അങ്ങനെ വന്നാൽ അങ്ങനെ ഒന്നും പിടിച്ചു വാങ്ങിക്കാൻ പറ്റില്ല. ഈ സംഭവത്തിൽ ഏറ്റവും രസകരമായി തോന്നിയത്, ഒരു യുവ കലാകാരനെ ഒരു വിവരദോഷി മൈക്ക് പിടിച്ചു വാങ്ങിയിട്ട് സാംസ്കാരിക കേരളത്തിലെ പ്രധാനികളായ ഒരാളും ഈ നേരം വരെ, ഇത് ചിത്രീകരിക്കുന്ന സമയം വരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം തിരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്, വോട്ടല്ലേ, വോട്ട് ബാങ്കാണല്ലോ ഇപ്പോൾ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനും ഒരു നേതാവും ഇത് കണ്ടതായിട്ടേ ഭാവിച്ചില്ല. ഒരു പത്രവും ഇതിൻ്റെ എന്താ പറയുക സീരിയസ്നെസ് മനസ്സിലാക്കിയില്ല എന്ന് ഞാൻ പറയും. എനിക്ക് ദുഃഖം തോന്നി. ഞാൻ ഇന്നലത്തെയും മെനങ്ങാനത്തെയും ഇന്നത്തെയും ഒക്കെ പത്രങ്ങൾ പരതി നോക്കി, ഒരൊറ്റ പത്രത്തിൽ ഇതില്ല. പകരം ബോണ്ട് വിവാദവും സ്ഥാനാർത്ഥിയുടെ ക്വാളിറ്റിയും സ്ഥാനാർത്ഥിയുടെ കുഴപ്പങ്ങളും ഒക്കെ വെച്ചിട്ട് അതൊക്കെ വെച്ച് ഇങ്ങനെ പേജ് നിറയ്ക്കുന്നതല്ലാതെ ജാസി ഗിഫ്റ്റിനെ കളിയാക്കിയത് ഇവർക്ക് ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ്. കാരണം തെരഞ്ഞെടുപ്പായതുകൊണ്ട് സഭയെ പിണക്കണ്ട എന്ന് കരുതി കാണും. അതാണ് ഈ രാഷ്ട്രീയ നേതാക്കൾ ആരും പ്രതികരിച്ചിട്ടില്ല. അല്ലെങ്കിൽ ജാസി ഗിഫ്റ്റല്ലേ, അവനെയൊക്കെ നമ്മൾ സിനിമാക്കാരനായോ ഗായകനായോ അംഗീകരിക്കുന്നില്ലല്ലോ എന്ന ചിന്തയായിരിക്കാം. യേശുദാസാണെങ്കിൽ നമ്മൾ പ്രതികരിച്ചാൽ മതി. ജാസി ഗിഫ്റ്റൊക്കെ ഇന്നലെ 3 വെള്ളിയാഴ്ച ആയില്ലെന്നേ, ഇന്നലത്തെ തകരയല്ലേ, അവനെയൊക്കെ നമ്മൾ ആര് കലാകാരനായിട്ട് അംഗീകരിക്കുന്നു എന്നുള്ളൊരു മനസ്സിലെ തോന്നലായിരിക്കാം ജാസി ഗിഫ്റ്റിൻ്റെ മൈക്ക് പിടിച്ചു വാങ്ങിച്ചത്. പ്രതികരിക്കണമെന്ന് ഒരു രാഷ്ട്രീയ കക്ഷിയിലെ നേതാവിനും തോന്നിയില്ല. നമ്മുടെ സംസ്ഥാനത്തൊരു മുഖ്യമന്ത്രിയുണ്ട്, സാംസ്കാരിക വകുപ്പ് മന്ത്രിയുണ്ട്, ഇല്ലേ? ജാസി നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനുമാണ്, അതാണ് രസം. ജാസി നല്ല കറകളഞ്ഞൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ പിണറായി വിജയനോ സജി ചെറിയാനോ ഒരു കോളേജ് മേധാവി ഇങ്ങനെ ഒരു താന്തോന്നിത്തനം കാണിച്ചത് അറിയാതിരിക്കുമോ? ഉറപ്പായിട്ടും അറിയാതിരിക്കുമോ? അവരറിയുമല്ലോ, അപ്പം തന്നെ അറിഞ്ഞു കാണും. പക്ഷേ തിരഞ്ഞെടുപ്പല്ലേ, മിണ്ടണ്ടെന്ന് വിചാരിച്ചാണ്. സത്യവും നുണയും കള്ളത്തരവും സദാ ഉരുവിടുന്നൊരു പ്രതിപക്ഷ നേതാവ് നമുക്കുണ്ട്. ഞാൻ രാഷ്ട്രീയം പറയല്ല, വാ തുറന്നാൽ കള്ളം മാത്രം പറയുന്ന അല്ലെങ്കിൽ നുണയും കള്ളത്തരങ്ങളും മാത്രം പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവുണ്ട്. അദ്ദേഹം അറിഞ്ഞതേയില്ല. കാരണം സഭയുടെ കോളേജല്ലേ, നമ്മൾ മിണ്ടണ്ട, നമ്മൾ കേട്ടതായിട്ട് ഭാവിക്കണ്ട എന്ന് വെച്ചു. മറ്റൊരു പാർട്ടിയിലാണെങ്കിൽ അതിനകത്തുള്ളത് ആരൊക്കെയാണ്? വീരശൂര പരാക്രമികളായ സുരേഷ് ഗോപി, മേജർ രവി, വിജയ് തമ്പി ഒക്കെ ഉള്ളൊരു പാർട്ടി ഉണ്ടല്ലോ ഇവിടെ. പക്ഷേ അവർ അവശ്യ ക്രൈസ്തവൻ്റെ കാര്യം വരേണ്യവർഗത്തിലുള്ള നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ല. കാരണം തിരഞ്ഞെടുപ്പല്ലേ എന്ന് അവർക്കും തോന്നും. കാരണം തൃശ്ശൂരൊക്കെ 10 വോട്ട് പിടിക്കാനായിട്ട് എന്തെല്ലാം വേലത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഭയെ വെറുപ്പിക്കുന്നത് ശരിയല്ലല്ലോ, തിരഞ്ഞെടുപ്പല്ലേ. അപ്പം നമുക്ക് തൽക്കാലം ജാസി ഗിഫ്റ്റിനെ അങ്ങ് മറക്കാമെന്ന് മേജർ രവിയും വിചാരിച്ചു കാണും, വിജയ് തമ്പിയും വിചാരിച്ചു കാണും, സുരേഷ് ഗോപിയും വിചാരിച്ചു കാണും. എന്തിനധികം ഇവിടുത്തെ ഏതെങ്കിലും സിനിമാ സംഘടനകൾ ബൗദ്ധികമായിട്ടോ സാധാരണ ഭാഷയിലോ എവിടെയെങ്കിലും പ്രതികരിച്ച് നിങ്ങൾ കണ്ടോ? പ്രതികരിക്കണ്ടേ? പക്ഷേ ഒരൊറ്റ സിനിമാ സംഘടനകളും പ്രതികരിച്ചില്ല, അർഹിക്കുന്ന രീതിയിൽ പ്രതികരിച്ചില്ല. എന്തിന്? ജാസി ഗിഫ്റ്റല്ലേ, നമ്മളെന്തിനാ പ്രതികരിക്കണമെന്നായിരിക്കും. ജാസി ഗിഫ്റ്റ് ഫെഫ്ക മ്യൂസിക് യൂണിയൻ്റെ എന്തോ നേതാവാണ്. പക്ഷേ എന്തോ ഒരു പ്രതികരണം ആരിൽ നിന്നും ഉണ്ടായില്ല. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു സ്ത്രീയാണല്ലോ, ഇല്ലേ? ബിന്ദു, ആർ ബിന്ദു. അവർ പറയണ്ടേ, പെണ്ണുമ്പിള്ളേ ആ കലാകാരനോട് കാണിച്ചത് ചെറ്റത്തരമായി പോയെന്നൊരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം എടുത്ത് പറയാമായിരുന്നു. പക്ഷെ ബിന്ദുവും അത് കണ്ടില്ല. നിയമസഭയുടെ ഡയസിൽ വരെ അണ്ടർവെയർ പുറത്ത് കാണുന്ന രീതിയിൽ ചാടിക്കയറി വിപ്ലവം സൃഷ്ടിച്ച ആളാണല്ലോ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. പക്ഷേ ശിവൻകുട്ടി പോലും ശുദ്ധ പോകൃത്തനമാണ് ഈ സ്ത്രീ കാണിച്ചതെന്ന് പറയേണ്ടതില്ലേ? പക്ഷേ അദ്ദേഹം പറഞ്ഞില്ല. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയതുകൊണ്ടാണോ, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പല്ലേ എന്ന് വിചാരിച്ചിട്ടാണോ പറഞ്ഞാൽ ശിവൻകുട്ടിയും പ്രതികരിച്ചില്ല.
രൂപത എന്ന് രൂപതയെക്കുറിച്ച് അതിരൂപതയെക്കുറിച്ച് MA ബേബി പറഞ്ഞൊരു ക്ലാസ് ഡയലോഗ് ഉണ്ടല്ലോ, രൂപത. അതാണ് ഈ അതിരൂപത എന്ന് പറഞ്ഞാൽ 100% ഞാൻ ബേബി സഖാവ് പറഞ്ഞ് അംഗീകരിക്കുന്ന ആളാണ്. കാരണം എവനൊക്കെ രൂപത എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ സത്യസന്ധമായി പറഞ്ഞ പൊളിറ്റ് ബ്യൂറോ മെമ്പറായ സഖാവ് MA ബേബി ഇപ്പോൾ കേരളത്തിലുണ്ട്, ഇലക്ഷൻ്റെ വർക്കുമായിട്ട് കേരളത്തിലുണ്ട്. പക്ഷേ അദ്ദേഹവും അറിഞ്ഞതായിട്ട് മിണ്ടിയതേയില്ല. കാരണം തെരഞ്ഞെടുപ്പല്ലേ, ഇവിടെ കുറേ സാംസ്കാരിക നായക സിംഹങ്ങളും സിംഹിണികളും ഉണ്ട് ഇല്ലേ, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പ്രതികരിക്കുന്ന സാംസ്കാരിക നായകരായ സിംഹങ്ങളും സിംഹികളും ഉണ്ട്. അവരിൽ ഒരാൾ പോലും അറിഞ്ഞതായി കാണിച്ചില്ല എന്നുള്ളതാണ്. ഞാൻ വീണ്ടും വീണ്ടും അത് പറയേണ്ട കാര്യമില്ല, തിരഞ്ഞെടുപ്പല്ലേ, ഈ സിംഹങ്ങളൊന്നും മിണ്ടാൻ പാടില്ല. അതുപോലെ തന്നെ വൈകുന്നേരം ഒരു 7 മണി കഴിഞ്ഞാൽ അന്തിച്ചർച്ചയ്ക്ക് ഇവിടെ കുറേ പേര് വന്നിരിക്കുമല്ലോ. നമ്മുടെ വക്കീൽ ജയശങ്കർ അടക്കം കുറേ നിരീക്ഷകരുണ്ടല്ലോ, വാന നിരീക്ഷകന്മാർ, അല്ലെങ്കിൽ വായി നോക്കികളെന്ന് പറയാവുന്ന നിരീക്ഷകർ. ഒറ്റ എണ്ണം ഒരു ചർച്ച ഇതിനെപ്പറ്റി വയ്ക്കാത്തെന്താ? രൂപത എന്ന് പറഞ്ഞ സഭയല്ലേ എന്ന് വിചാരിച്ചായിരിക്കാം ഒരു ചർച്ചയും ഉണ്ടായില്ല. പക്ഷേ ഒരു പെണ്ണൊരുത്തി മനോഹരമായി ജാസിക്ക് വേണ്ടി സംസാരിച്ചു. ശാരദക്കുട്ടി എന്നാണ് അവരുടെ പേര്. ആ വനിതാ പ്രവർത്തകർ മാത്രം പറഞ്ഞു, നട്ടല് നിവർത്തി അവർ ചില കാര്യങ്ങൾ പറഞ്ഞു. ടീച്ചറോ വിദ്യാഭ്യാസം പേരിനറ്റത്തെ ഡിഗ്രി മാത്രമല്ല, അടിസ്ഥാന മര്യാദ എന്തെന്നറിയാത്ത ഒരാൾക്ക് പാടിക്കൊണ്ടിരിക്കുന്ന ഗായകൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് തട്ടിപ്പറിച്ച് വാങ്ങാൻ കഴിയുമെന്നാണ് വെട്ടിത്തുറന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ശാരദക്കുട്ടി പറഞ്ഞു. കറക്റ്റ് വരിയല്ലേ അവർ പറഞ്ഞത്? ടീച്ചറോ അല്ലെങ്കിൽ ടീച്ചറേ, വിദ്യാഭ്യാസം പേരിനറ്റത്തെ ഡിഗ്രി വാൽ മാത്രമല്ല, അടിസ്ഥാന മര്യാദ എന്നൊന്നില്ലാത്ത ഒരാൾക്ക് മാത്രമേ പാടിക്കൊണ്ടിരിക്കുന്ന ഗായകൻ്റെ കയ്യിൽ നിന്നും മൈക്ക് തട്ടിപ്പറിച്ച് വാങ്ങാൻ കഴിയുമെന്ന് അവർ തുറന്നു പറഞ്ഞു. എന്നിട്ട് അവർ പറയാണ്, മുത്തിയമ്മ പ്രിൻസിപ്പാൾ രാജിവെക്കണം, ബുദ്ധിയുള്ള പ്രിൻസിപ്പാൾ ചാർജ് എടുക്കണം എന്നൊരു പഴയ പാട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ കോലഞ്ചേരിയിലെ കോളേജിൽ അത് പ്രാവർത്തികമാക്കണമെന്നാണ് അവർ പറയുന്നത്. നല്ല വരികളല്ലേ? മുത്തിയമ്മ പ്രിൻസിപ്പാൾ രാജിവെക്കണം, ബുദ്ധിയുള്ള പ്രിൻസിപ്പാൾ ചാർജ് എടുക്കണം എന്നൊരു പഴയ മുദ്രാവാക്യം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അറിയപ്പെടുന്ന ഒരു കലാകാരനെ ക്ഷണിച്ചു വരുത്തിയിട്ട് തെരുവിൽ പോലും ആരും ചെയ്യാത്ത തട്ടിപ്പറിച്ച് വാങ്ങൽ, നിങ്ങളുടെ മര്യാദകേടിന് അഹങ്കാരത്തിന് സഭ്യതയോടെ പ്രതികരിച്ചത് ജാസിക്ക് ജന്മം നൽകിയവരുടെ ക്വാളിറ്റി ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജാസി നല്ല തന്തയ്ക്ക് പറഞ്ഞവനായതുകൊണ്ട് പ്രതികരിച്ചില്ല. അവർ തട്ടിപ്പറിച്ചപ്പോൾ ഞാൻ ആണോ പെണ്ണെന്ന് നോക്കരുതെന്ന് ഇങ്ങനെയൊക്കെ. ജാസി ഒരു പാവമുണ്ട് അങ്ങനെ ചെയ്തു, നിങ്ങൾക്ക് ആ ക്വാളിറ്റി ഇല്ല എന്ന് നിങ്ങൾ തെളിയിച്ചു. ജാസി ഗിഫ്റ്റ് പാടുമ്പോൾ മറ്റൊരാൾ കൂടെ പാടിയത്രേ, അതാണ് അവരുടെ പ്രശ്നം. ജാസിയുടെ കൂടെ 20 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ പാടിയെന്നാണ് പറയുന്നത്. സമൂഹ ഗാനം ഒറ്റയ്ക്ക് പാടണം എന്നൊരു അധ്യാപകൻ പണ്ട് ശടിച്ചതായി കേട്ടിട്ടുണ്ട്. ആ വർഗത്തിൽപ്പെട്ടതാണ് ഈ പ്രിൻസിപ്പളെന്ന് ഞാൻ പറയും. സജിൻ കോലഞ്ചേരി എന്നായിരുന്നു, അതിനടുത്ത് തന്നെ കോലഞ്ചേരിക്കാരനാണ്. ആ ഗായകനാണ് ജാസിയോടൊപ്പം വന്നത്. അല്ലാതെ അയാൾ ഒരു ഗുണ്ടയോ ഒന്നും കൊണ്ടല്ല ജാസി ഗിഫ്റ്റ് ഗാനമേളയ്ക്ക് വന്നത്. ഇവർ പറഞ്ഞു കേട്ടതൊന്നും അയ്യോ പേടിയാവും കേട്ടോ, വേറൊരാൾ ഒരു പാടിക്കളഞ്ഞു, ജാസിയുടെ ശബ്ദത്തിൻ്റെ കൂടെ വേറൊരാളുടെ ശബ്ദം കൂടെ വന്നാൽ എല്ലാം തകർന്നു പോകുന്നുള്ള രീതിയിലാണ് ഈ സ്ത്രീ പറയുന്നത്. കൊച്ചമ്മ അറിയണം അദ്ദേഹത്തെക്കുറിച്ച്. പുറത്തു നിന്നുള്ള ആളുകളുടെ സംഗീത നിശ കോളേജിനകത്ത് നടത്തുന്നതിന് നിയന്ത്രണമുണ്ട് അത്രേ. അതിന് നിങ്ങളെന്ത് ചെയ്യണം? അയാളെ വിളിക്കരുത്, ജാസി ഗിഫ്റ്റിനെ വിളിക്കാതിരുന്ന പേര്. നിങ്ങളെ കോളേജിൽ നിയന്ത്രണം ഉണ്ടെങ്കിൽ, പാട്ട് പാടാൻ പാടില്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ. കർത്താവിൻ്റെ പള്ളിക്കൂടമാണ്. പള്ളിയിലാണെങ്കിൽ നമ്മൾ പാട്ടുകളാണല്ലോ, അവരുടെ ഒരു കൊയർ ഗ്രൂപ്പൊക്കെ വെച്ച് നന്നായിട്ട് യേശുവിന് പാടിക്കൊടുക്കുന്ന ഒരു വിഭാഗമല്ലേ. അപ്പോൾ പുറത്തു നിന്നുള്ള ആളുകളുടെ സംഗീത നിശ കോളേജിനകത്ത് നടത്തുന്നതിന് നിയന്ത്രണം ഉണ്ടെന്നെങ്കിൽ പിന്നെ ഈ പ്രിൻസിപ്പൽ സ്ത്രീ കയറി പാടിയാൽ പോരായിരുന്നു. ലജ്ജാവതി തന്നെ അവർ തന്നെ പാടിയാൽ മതിയല്ല. അല്ലെങ്കിൽ എത്രയോ യേശുവിനെ പ്രകീർത്തിക്കുന്ന എത്രയോ പാട്ടുകൾ സിനിമയിലുണ്ട്. ഈ പ്രിൻസിപ്പൽ കയറി നിങ്ങൾ പാടിയാൽ പോരും, ഒരു പ്രശ്നം ഉണ്ടാവില്ല, ആഡിറ്റോറിയത്തിലും ആളുണ്ടാവില്ല. കാരണം കുട്ടികളെല്ലാം ഇറങ്ങി പുറത്ത് പോകില്ല, തള്ളന്ന് പാർട്ടെന്ന് പറഞ്ഞിട്ടില്ലേ. അവരുടെ ന്യായങ്ങൾ നിങ്ങൾ ആലോചിച്ചു. പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ മൈക്ക് വാങ്ങി പറഞ്ഞതേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറയാണ്, ഞാൻ വേറൊന്നും ചെയ്തില്ല, പാടിക്കൊണ്ടിരുന്ന് ജാസി ഗിഫ്റ്റിൻ്റെ മൈക്കിനെ പിടിച്ചു വാങ്ങിച്ച് ഇവിടെ ഇങ്ങനെ വേറൊരാൾ കൂടെ, ജാസി അല്ലാതെ വേറൊരാൾ കൂടെ പാടാൻ പാടില്ല, രണ്ടാമതൊരാൾ പാടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അല്ല ഞാൻ ഒരു പോക്കൃത്തിനും ചെയ്തില്ല എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് കിലുക്കത്തിൽ രേവതി പറയുമ്പോൾ ഞാൻ ഒന്നും ചെയ്തില്ല എന്ന ഒരു ഹോട്ടൽ മുഴുവൻ അടിച്ച് പൊളിച്ചിട്ട് പറയില്ലേ, അതുപോലെയാണ് ഈ സ്ത്രീ പറയണേ. പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ മൈക്ക് വാങ്ങി പറഞ്ഞതേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ജാസി ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. കോളേജ് ഡേ സെലിബ്രേഷൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഗസ്റ്റായിട്ടാണ് ജാസി ഗിഫ്റ്റിനെ വിളിച്ചത് എന്നുള്ള ബോധമെങ്കിലും ഇവർക്ക് വേണ്ടേ. അടുത്ത കാലത്തായി ഇത്തരം പ്രോഗ്രാമിനായി ഒത്തിരി കോളേജുകളിൽ ജാസി ഗിഫ്റ്റ് പോയി.
അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുള്ളി പോകും, ഉദ്ഘാടനം നടത്തും. പക്ഷേ പ്രസംഗിക്കാൻ വശമില്ലാത്തതിനാൽ ജാസി അദ്ദേഹം സംഗീതം കൊടുത്ത 4 പാട്ടുകൾ അവിടെ പാടും. ഇതാണ് ജാസിയുടെ പ്രോഗ്രാമിൻ്റെ ഒരു ഫോർമാറ്റ്. പ്രസംഗിക്കാൻ എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് പറ്റുന്നിട്ടാൽ അയാൾ പകരം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അയാളുടെ ഇങ്ങോട്ട് ഓഡിയൻസ് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ അയാളൊരു 4 പാട്ട് അയാൾ സംഗീതം കൊടുത്ത പാട്ട് പാടിയിട്ട് മര്യാദയ്ക്ക് പോവും. അത് ആലോചിക്കൂ, ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് പോലും ഇല്ല. ഇവർ പറയുന്ന ഘട്ടത്തൊന്നും ഭയങ്കര ഡ്രംസും കീബോർഡും കുന്തും കുടച്ചക്കുറൊക്കെ വെച്ച് അടിച്ചു പൊളിച്ച് ആഡിറ്റോറിയം മുഴുവൻ ബഹളമയമാക്കിയെങ്കിൽ ശരി, ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് പോലും ഉപയോഗിക്കാതെയാണ് ജാസി പാടുന്നത്. എന്നിട്ടും ഈ സ്ത്രീക്ക് അസഹിഷ്ണുത എന്തുകൊണ്ടുണ്ടായെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരിക്കലും അതൊരു പ്രോ ഷോ അല്ല. ജസ്റ്റ് 4 പാട്ടുകൾ വിദ്യാർത്ഥികൾക്കായി വിത്തൗട്ട് ഓർക്കസ്ട്രയിൽ പാടും. കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ രാഷ്ട്രീയമില്ല. കോളേജ് രാഷ്ട്രീയം ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രിൻസിപ്പളിനെ എടുത്ത് ഉടുത്തന്നെ പിള്ളേർ. അതൊക്കെ ഇവിടെ പഠിക്കുന്ന പിള്ളേർ ഓർക്കേണ്ടതാണ്. നീയൊക്കെ കോളേജ് യൂണിയനൊന്നും ഉണ്ടാക്കാതെ ഈ അച്ഛന്മാർ പറയുന്ന, എൻ്റെ ഒരു സുഹൃത്തുണ്ട് സുനിൽ മാത്യു, ഈ അച്ഛന്മാർ പറയുന്നൊരു വാക്കുണ്ട്, ഞാനത് പറയുന്നില്ല. കാരണം സുനിലിന് തന്നെ ഒരുപാട് കേസുണ്ട്, അതൊരു പറയുന്നില്ല. എന്തായാലും ഈ ലോഹയിട്ട അച്ഛന്മാർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രം നടക്കുന്ന കോളേജിൽ പഠിക്കാൻ ഇപ്പോഴും പിള്ളേരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ആ പിള്ളേരോടാണ് പുച്ഛം തോന്നുന്നത്. അതുകൊണ്ടാണ് കോളേജ് യൂണിയൻ ഇല്ലാത്തതുകൊണ്ടാണ് ഈ സ്ത്രീയൊക്കെ കയറി ആളാവുന്നതെന്ന് ഞാൻ പറയും. പ്രിൻസിപ്പാളിൻ്റെയോ കോളേജ് മാനേജ്മെൻറ്റിൻ്റെയോ ഒരു സഹായവും ഈ കോളേജിലേക്ക് ഇല്ലായിരുന്നു. പിള്ളേർ തന്നെ കോർഡിനേറ്റ് ചെയ്താണ് ഈ പ്രോഗ്രാം നടത്തിയത്. ആലോചിച്ച് നോക്കൂ, ആ കുട്ടികൾ തന്നെ പൈസ പിരിച്ചാണ് നടത്തിയത്. ഇവർക്ക് ഒരു റോളും ഇല്ല അവിടെ. ഇവർ കയറി വിളിക്കാത്തടത്ത് കയറി ഉണ്ടു എന്ന് പറയും പോലെ ഇവർ 10 പൈസ കോളേജ് കൊടുക്കുകയോ അധ്യാപകർ കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. PTA കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കുട്ടികൾ സ്വയം പൈസ സ്വരുക്കൂട്ടിയാണ് ഈ കോളേജിടെ നടത്തുന്നത്. അവിടെയാണ് കയറി ഈ സ്ത്രീ ആളായത്. ജാസി പാടാൻ തുടങ്ങും മുമ്പ് ഇവിടെ നിരോധനമുള്ള ക്യാമ്പസാണെന്നോ പ്രിൻസിപ്പലായ എനിക്ക് പാട്ട് അലർജിയാണെന്നോ അവർക്ക് പറയാമായിരുന്നു ഇല്ലേ? എനിക്ക് പാട്ട് അലർജിയാണ് കേട്ടോ, ഞാൻ യേശുവിൻ്റെ പാട്ട് പോലും കേൾക്കാറില്ല, അതുകൊണ്ട് നിങ്ങൾ പാടരുത് എന്ന് പറയണ്ടേ തുടക്കത്തിൽ? സ്റ്റേജ് കയറ്റുന്നതിന് മുമ്പ് ജാസിയോട് പറയാമായിരുന്നില്ല, പക്ഷേ അത് പറഞ്ഞില്ല. അല്ല, പാടിയെങ്കിൽ ഒരു പാട്ട് കഴിഞ്ഞ് അടുത്ത പാട്ടിന് മുമ്പേ പണി നന്നായി മേസ്രി, നാളെ മുതൽ വരണ്ട എന്ന് പറഞ്ഞ പോലെ ഇനി പാടണ്ട കേട്ടോ, ഒരു പാട്ട് പാടിയല്ലോ അത് മതി, നിങ്ങൾ 4 പാട്ട് പാടണ്ട എന്ന് പറയാമായിരുന്നല്ലോ. ഇത് 2ാമത്തെ 3ാമത്തെ പാട്ട് ഹമ്മിങ് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ചെന്ന് ഈ ജീവൻ പോകുന്നു, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, വായുകുളിക്ക് ഓടും പോലെ ഓടിച്ചെന്ന് ഈ മൈക്കിനെ പിടിച്ച് വാങ്ങിച്ചത്. ഇത് പാടാനുള്ള പാട്ടിൻ്റെ ഹമ്മിങ് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ വായുകുളിയെ വാങ്ങാൻ പോകുന്ന വേഗത്തിൽ ചെന്ന് മൈക്ക് പിടിച്ച് വാങ്ങുമ്പോൾ വേറെ പണി നോക്ക് പെണ്ണും പിള്ളേ, തിരുവനന്തപുരത്ത് നിന്നേക്കാൾ വേലത്തരം കാണിക്കുന്നവരെ എനിക്കറിയാമെന്ന് പറയാൻ, അങ്ങനെ അത് വേലത്തരം കാണിക്കുന്നവരെ കണ്ട് വളർന്നതാണ് ഞാനെന്ന് പറയാനുള്ള ആംബിയർ ജാസി ഗിഫ്റ്റിന് ഇല്ല. അതാണ് പ്രശ്നം. ഞാൻ വന്നുവെങ്കിൽ പാടിയിട്ടേ പോകൂ എന്ന് പറഞ്ഞ് ഈ മൈക്ക് കൊടുക്കാതെ, ഈ സ്ത്രീ ഒന്ന് മൈക്ക് വെച്ചോ മൈക്ക് കൊടുക്കാതെ മൈക്ക് കയറി പിടിച്ചപ്പം കയ്യെ തട്ടി മാറ്റിയിട്ട് ഞാൻ ഇവിടെ വന്നെങ്കിൽ കോലഞ്ചേരി വരെ വന്നെങ്കിൽ ഞാൻ പാടിയിട്ടേ പോകൂ എന്ന് ജാസി പറഞ്ഞിരുന്നുവെങ്കിൽ ആ ആടുത്തിരിക്കുന്ന മുഴുവൻ കുട്ടികളും കൈയടിച്ചനെ. പാടിയിട്ടേ പോകൂ, നിങ്ങൾക്ക് ചെയ്യാനുള്ള ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ അങ്ങേറ്റം ചെയ്യണമെന്ന് അവരെ റൂമിൽ ചെന്ന് പോലീസിനെ വിളിക്കുമായിരിക്കും. പാടരുത് എന്ന് പറഞ്ഞിട്ട് ജാസി ഗിഫ്റ്റ് പാടുന്നു. പാടരുത് എന്ന് പറഞ്ഞ് പാടി എന്ന് പറഞ്ഞ് ഇവിടെ കൊലക്കുറ്റത്തിന് കേസെടുക്കാൻ പറ്റും? ഇല്ലല്ലോ. പക്ഷേ പാവം ജാസി അത് ചെയ്തില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ജാസി ഗിഫ്റ്റ് വേറെ ഒന്നും പറയണ്ട, മൈക്ക് കൊടുക്കുന്നതിന് മുമ്പ് ആ മൈക്ക് കൂടെ അതാ ഈ തള്ള വന്നതെന്നിട്ട് പറയുന്നത്, നിങ്ങളുടെ മുന്നിൽ നിന്ന് ഞാനും എൻ്റെ കൂടെയുള്ള ആളും പാടാൻ പാടില്ല എന്ന് പറയുകയാണ്, ഞാൻ അതുകൊണ്ട് പാട്ട് നിർത്തുകയാണെന്ന് മൈക്ക് കൂടെ പറഞ്ഞാൽ മതിയായിരുന്നു. പിള്ളേരുടെ അടുത്ത് പൊങ്കാലിട്ടന്നെ ഇല്ലേ? പിള്ളേർ പാടിച്ചിട്ടേ വിടുള്ളായിരുന്നു. നിങ്ങൾ പാടണം ജാസി ഏട്ടാ, ഞങ്ങളുണ്ടെന്ന് പിള്ളേർ പറഞ്ഞന്നെ. പക്ഷേ അതും ജാസി ചെയ്തില്ല. എങ്കിൽ പിള്ളേർ കൂടി ഏറി കയറ്റി തന്നെ ഈ സ്ത്രീയെ. അത് ചെയ്തില്ല. ഈ സംഭവം നടന്ന് ഇത്രയും ദിവസമായിട്ടും കോളേജ് അധികൃതർ പ്രതികരിച്ചിട്ടേയില്ല. വായില കുന്നൽ അപ്പന്മാരായി അവർ മൗനി ബാബകളായിട്ടിരിക്കുന്നു. 20 വർഷമായി ജാസിയോടൊപ്പം സഹകരിക്കുന്ന ആളാണ് സജിൻ കോലഞ്ചേരി. ഫോർ ദ പീപ്പിൾ മുതൽ ജാസിക്കൊപ്പമുള്ള സജിനെയും അവർ അപമാനിച്ചു എന്ന് പറയാം. പേരിൻ്റെ മുന്നിൽ ഡോക്ടറെന്ന് ഈ പ്രിൻസിപ്പൽ കൊച്ചമ്മയ്ക്കുണ്ടെങ്കിൽ ആ പദവി ജാസി ഗിഫ്റ്റിനും ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അയാൾ പള്ളിക്കൂടത്തിൽ പോകാത്ത, വിവരമില്ലാത്ത ഏതോ ഒരു കുഗ്രാമത്തിൽ വന്നെന്നൊന്നും വിചാരിക്കേണ്ട. അങ്ങനെയൊക്കെ തെറ്റിദ്ധാരണ വന്നു കാണും ഇവർക്ക്. ജാസിയുടെ രൂപവും അയാളുടെ ലാളിത്യവും കണ്ടപ്പോൾ അങ്ങനെ തോന്നിക്കാണും. അയാളും ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. ആ സ്വബോധം എന്താ പറയുക, ഈ സ്ത്രീക്ക് വേണമായിരുന്നു. അയാളുടെ പേരും ഡോക്ടർ ജാസി ഗിഫ്റ്റ് എന്നാണ്. പിന്നെ അയാൾ ഈ കലാകാരനായതുകൊണ്ട് ആ ഡോക്ടർ ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇതിലേറ്റവും രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ,
ജാസി ഗിഫ്റ്റിനെ സ്റ്റേജിലേക്ക് പാടാൻ സ്വാഗതം ചെയ്ത് സംസാരിച്ചത് ഈ സ്ത്രീയാണ്. ഈ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞ സ്ത്രീയാ സ്വാഗതം ചെയ്ത്, വരൂ ജാസി ഗിഫ്റ്റ് നിങ്ങൾക്ക് വേണ്ടി 4 പാട്ട് പാടുമെന്ന് പറഞ്ഞ് സ്റ്റേജിലേക്ക് പാടാൻ ക്ഷണിച്ചത് ഈ സ്ത്രീയായിരുന്നു. കേരളത്തിൽ ആലപിക്കുന്ന ഗാനങ്ങളുടെ സ്വഭാവ വിശേഷതകൾ കൊണ്ട് ശ്രോതാക്കളെ ഇളക്കി മറിക്കാൻ കഴിവുള്ള ഗായകരാണത്രേ ഉഷാ ഉതുപ്പും റിമി ടോമിയും പ്രസീത ചാലക്കുടിയും പിന്നെ ജാസി ഗിഫ്റ്റും. ഒരുത്തൻ എഴുതിയിരിക്കുക, അവരെ ന്യായീകരിച്ചുകൊണ്ട് ഒരുത്തൻ ഒരു കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ്. കേരളത്തിലെ എന്താ പറയുക, സ്വഭാവ വിശേഷതകൾ മനസ്സിലാക്കിയിട്ട്, ആളുകളുടെ സ്വഭാവ വിശേഷതകൾ അല്ലെങ്കിൽ ശ്രോതാക്കളുടെ സ്വഭാവ വിശേഷങ്ങൾ മനസ്സിലാക്കി മര്യാദ ഇരിക്കുന്ന ശ്രോതാക്കളെ ഇളക്കി മറിക്കാൻ പ്രാപ്തരായ 4 ഗായകരാണ് ഉഷാ ഉതുപ്പും പ്രസീത ചാലക്കുടിയും റിമി ടോമിയും പിന്നെ ജാസി ഗിഫ്റ്റും എന്നാണ് അയാൾ കുറിച്ചിരിക്കുന്നത്. ഇവർ സ്റ്റേജിൽ പാട്ട് പാടുമ്പോൾ സ്റ്റേജുകളെ പ്രകമ്പനം കൊള്ളിക്കും എന്നാണ് അയാൾ പറയുന്നത്. അയാൾ കണ്ടുപിടിച്ചത് അതാണ്, സ്റ്റേജുകളെ പ്രകമ്പനം കൊള്ളിക്കട്ടെ. അതാണ് നല്ല 100% കലാകാരന്മാരായതുകൊണ്ട് അല്ലെങ്കിൽ കലാകാരികളായതുകൊണ്ടാണ് അവർ പാടുമ്പോൾ വാങ്ങുന്ന പൈസയ്ക്ക് മനോഹരമായി എന്താ പറയുക ആത്മാർത്ഥമായി പാടുന്നതുകൊണ്ടാണ് സ്റ്റേജിൽ പ്രകമ്പനം ഉണ്ടാകുന്നത്. ശ്രോതാക്കൾ നിയന്ത്രണം വിട്ട് ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ കയറി നിൽക്കുക, അവ തല്ലി പൊട്ടിക്കുക, സ്റ്റേജിൽ ചാടിക്കയറി ഗായകരോടൊപ്പം നൃത്തം ചവിട്ടുക, നിയന്ത്രണം വിട്ട പോലെ പെരുമാറും. ഈ 4 പേരുടെ പാട്ടുകൾ കേട്ടാൽ അങ്ങനെ നിയന്ത്രണം വിടുമെന്നാണ് പറഞ്ഞത് മലയാളിയുടെ. ജാസി കോലഞ്ചേരിയിൽ ഓർക്കസ്ട്ര ഇല്ലാതെയാണ് പാടിയതെന്ന് എന്താ പറയുക ഈ നിഷ്പക്ഷൻ, എഴുതിയിലെ നിഷ്പക്ഷൻ അവന് പോലും ബോധമില്ല എന്നുള്ളതാണ്. ഇതൊക്കെ പക്ഷം പിടിച്ച് പേനവുന്തുകാരന്മാരാണ്. ഒരു ഇൻസ്ട്രുമെൻസ് പോലും പിൻബലമില്ലാതെയാണ് ജാസി പാടിയതെന്ന് ഈ മഹാൻ അറിയില്ല. ഏകാംഗ ഗായകൻ എന്നാണ് അവൻ പറയുന്നത്. നല്ല പ്രയോഗം ആയിരുന്നെങ്കിൽ ഏകാംഗ ഗായകൻ മാത്രമായിരുന്നെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു എന്നാണ് ഈ നിഷ്പക്ഷം പറയുന്നത്. അയാളെ കൂടെ ഒരു പയ്യനും കൂടെ കയറി പാടിയപ്പോഴാണ് കുഴപ്പം. 2 പേര് മ്യൂസിക്കില്ലാതെ പാടിയപ്പം കോലഞ്ചേരിയിലെ ക്രമസമാധാനം മൊത്തം തകർന്നെന്നാണ് ഈ നിഷ്പക്ഷം പറയുന്നത്. ജാസി ഗിഫ്റ്റിനോട് താങ്കൾ പാടുന്ന പാട്ടേത്, എങ്ങനെയൊക്കെയാണ് പാടുന്നത്, ഈ പ്രിൻസിപ്പൽ കൊച്ചമ്മ തിരക്കിയായിരുന്നോ? ഇല്ല, അവർ തിരക്കണ്ടേ? നിങ്ങൾ ഏത് പാട്ടൊക്കെയാണ് പാടുന്നത്? ഇപ്പോൾ ലജ്ജാവതിയെ ഇവിടെ പാടാൻ പറ്റില്ല കേട്ടോ, ഇത് കോളേജാണ് എന്ന് പറയണ്ടേ? അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല തൂവെള്ള ഉഷസ്സിൽ എന്നുള്ള ആ പാട്ട് പാടാൻ പറയണ്ടേ? പറഞ്ഞില്ല. കുട്ടികളിൽ നിന്നും ഉറപ്പ് വാങ്ങിയിരുന്നു അത്രേ സംഘഗാനം ജാസി ഒറ്റയ്ക്ക് പാടുമെന്ന്. അതിന് ജാസി എന്ത് പിഴച്ചു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ന്യായീകരണ തൊഴിലാളി അതിനുത്തരം പറയുന്നേയില്ല. 2004 ജയരാജിനെ പോലൊരു സംവിധായകൻ്റെ സിനിമയിൽ ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ജയരാജിനെ പോലൊരാൾ അങ്ങനെ ഒരു പടം ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. അപ്പോൾ 20 വർഷമായി ജാസി സിനിമാ രംഗത്തെത്തിയിട്ട് അതിലെ ലജ്ജാവതിയെ നിൻ്റെ കള്ളക്കടക്കണില്ല എന്ന ഒറ്റ പാട്ടിലൂടെ സൂപ്പർ ഡൂപ്പർ തരംഗമായി മാറിയ സംഗീതകാരനും ഗായകനുമായി ജാസി ഗിഫ്റ്റ് വളർന്നു. നമ്മുടെ AR റഹ്മാൻ നേടിയതിനേക്കാൾ പെട്ടെന്നുള്ള ഹൈപ്പായിരുന്നു ജാസി ഗിഫ്റ്റിന് കിട്ടിയത്. തുടരെ സിനിമകൾ, വിദേശത്തും സ്വദേശത്തും ആവശ്യം പോലെ പ്രോഗ്രാമുകൾ. പിറ്റേ വർഷം സാക്ഷാൽ ശങ്കറിൻ്റെ അന്യൻ എന്ന് പറഞ്ഞ സിനിമയിലൊരു പാട്ടുണ്ടല്ലോ, എന്താ കണ്ടം കാക്ക എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, എനിക്ക് പാടാൻ അറിയില്ല, അതിൻ്റെ വരികളറിയില്ല. ഒരു പാട്ട് വിക്രം ഡാൻസ് ചെയ്യുന്നൊരു പാട്ടിൽ ജാസി ഗിഫ്റ്റാണ് പാടിയത് ശങ്കറിൻ്റെ പടത്തിൽ. ജാസിയെ ഇങ്ങനെ വിടാൻ പാടില്ല എന്ന ചിന്ത ഇവിടെ കേരളത്തിൽ തന്നെ മലയാളികളിൽ അല്ലെങ്കിൽ സിനിമാക്കാരിൽ തന്നെ ഒരു വിഭാഗത്തിനുണ്ടായിരുന്നു എന്ന് പറയുന്നു. ജാസിയുടെ കാലത്ത് രംഗത്ത് വന്ന ഒരു കോപ്പിയടി വിദഗ്ധൻ ജാസിക്കൊപ്പം പാടാൻ പോകുന്ന ഗായകരെ തനിക്ക് വേണ്ട എന്ന് പരസ്യമായി പറഞ്ഞു എന്ന് പറയുന്നു. എത്ര ശരിയാണെന്ന് എനിക്കറിയില്ല. റോക്കിംഗ് ഗാനങ്ങളും മെലഡികളും ഒരേ സമയം ചെയ്യാനാകും, പാടാനുള്ള കഴിവും കൂടിയുള്ള ഇവനെ ഒതുക്കണമെന്ന ചിന്ത സിനിമയിലെ ഒരു ചെറിയ വിഭാഗത്തിനുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഒരു പരിധിവരെ ജാസിയുടെ ജാതിയും മതവും പോലും വളർച്ചയ്ക്ക് വിഘാതമായി എന്ന് പറയാം. ജാസിയെ ഒതുക്കിയതിൽ ജാസിയുടെ ജാതി, ജാസിയുടെ മതം ഒക്കെ കാരണങ്ങളായിരിക്കാം. വരേണ്യവർഗത്തിന് അത് സഹിക്കണമെന്നില്ല. ജാസി ഇവിടം വിട്ടു. അദ്ദേഹം കന്നഡ, തെലുങ്ക്, തമിഴ് രംഗത്തേക്ക് പറിച്ചു കേട്ടു. ജീവിതം പോലും കേരളത്തിൽ നിന്ന് പുറത്താക്കി. അയാൾ തിരുവനന്തപുരത്ത് നിന്ന് താമസം മാറ്റി ബാംഗ്ലൂരിലാണെന്നൊരിക്കൽ ഞാൻ വിളിച്ചവൻ പറഞ്ഞു, ഞങ്ങൾ കുടുംബമായിട്ട് ബാംഗ്ലൂരിൽ താമസിക്കുന്നു. ലജ്ജാവതിയെ തരംഗമായ കാലത്ത് കേരളത്തിലെ പാരമ്പര്യവാദികളായ വലിയവരാരും ആ ഗാനത്തെയോ അത് പാടിയ ഗായകനെയോ പറ്റി ഒരക്ഷരം പറയാത്ത കാലത്ത് ഞാൻ ആദ്യമായി ഒരു പുരുഷ ശബ്ദം കേട്ടു എന്ന് എഴുത്തുകാരി സാറ ജോസഫ്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ശാരദക്കുട്ടിയെ പോലെ സാറ ജോസഫിനെ പോലുള്ള ചിലരുണ്ട്. ഒരു പുതിയ ശബ്ദം കേട്ടു, അല്ലെങ്കിൽ ഒരു പുതിയ ആലാപന രീതി, അല്ലെങ്കിൽ ഒരു പുതിയ സംഗീത രീതി കണ്ടു എന്ന് ഒരാൾ പോലും ഇവിടുത്തെ സിനിമാ പാട്ടുകളെക്കുറിച്ച് എന്താ പറയുക കൂലങ്കഷമായി ചർച്ച ചെയ്യുന്ന ഒരാളും ജാസിയുടെ മികവിനെ പറ്റി പറയാത്ത കാലത്താണ് സാറ ജോസഫ് പറഞ്ഞത്, ഞാൻ ആദ്യമായി ഒരു പുരുഷ ശബ്ദം കേട്ടു എന്നാണ് അവർ പറഞ്ഞത്.
ജാസിക്ക് കിട്ടിയ ഏക അഭിനന്ദനം അതായിരുന്നു. ഫിലോസഫിയിൽ ബിരുദാനന്തര ബിരുദവും ബുദ്ധദർശനത്തിലും അദ്വൈത ദർശനത്തിലും PhD നേടിയ ഒരാളിനോടാണ് ഈ വെറി കാണിച്ചത് എന്ന് ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ ഈ പ്രിൻസിപ്പളിനോട് പറയും. നിങ്ങളെപ്പോലെ തന്നെ അയാളും PhD എടുത്ത ആളാണ്, അല്ലാതെ പള്ളിക്കുടത്തിൽ പോകാത്തവനല്ല. ഒന്നേ ജാസിയോട് പറയാനുള്ളൂ. എനിക്ക് ജാസി ഗിഫ്റ്റിനോട് ഒരു കാര്യം പറയാനുള്ളൂ. ഈ പ്രിൻസിപ്പൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അവരൊരു പ്രിൻസസ്സാണ് എന്നാണ് എനിക്ക് ജാസിയോട് പറയാനുള്ളത്. അവരൊരു പ്രിൻസിപ്പളല്ല, അവരൊരു പ്രിൻസസ്സാണ്. ഒരു മഹാറാണിയാണ് എന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ ആ കോളേജിലെങ്കിലും ഞാനാണ് മഹാറാണി എന്നുള്ളൊരു ബോധമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലുള്ള തമ്പ്രാട്ടിമാരുള്ള സ്ഥാപനങ്ങളിൽ ഇനിയെങ്കിലും ജാസി ഗിഫ്റ്റ് പോവുകയാണെങ്കിൽ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് അടിയൻ പാടി ജീവിക്കുന്ന ഒരു സാധാരണക്കാരനാണ് എന്നുള്ള ബോധം ജാസിക്ക് ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അടിയൻ പാടിയാൽ തിരുവള്ളക്കേട് ഉണ്ടാകുമോ എന്ന് ആദ്യം പോയി ഈ തമ്പ്രാട്ടിയോട് ചോദിക്കണം. ഞാൻ പാടിക്കോട്ടെ, ഞാനൊരു പാവപ്പെട്ട സമുദായത്തിൽ പറഞ്ഞ, അല്ലെങ്കിൽ പാവപ്പെട്ടൊരു മതത്തിൽ പറഞ്ഞ ഒരാളാണ്. ഞാൻ ഈ കോളേജിൽ ക്ഷണിച്ച് വന്നിരിക്കുകയാണ് പാടാൻ. തമ്പ്രാട്ടിക്ക് അഹിതം ഒന്നും ഇല്ലെങ്കിൽ ഞാനൊരു പാട്ട് പാടട്ടെ എന്ന് ചോദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിയുമെങ്കിൽ ചെമ്പിൽ സ്വർണം മുക്കിയ കിരീടമോ കരാൾക്കടയിൽ നിന്നും വാങ്ങിയ കസവ് നേരിയതോ വല്ലതും കാൽ ചവിട്ടിക്കൊണ്ട് വച്ച് അനുവാദം ചോദിച്ചിട്ട് തുടങ്ങിയാൽ ഇനി ജാസിയുടെ മൈക്ക് പിടിച്ചു വാങ്ങിക്കില്ല എന്ന് പറയാൻ. അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ ഉണ്ടാവാം. എനിക്ക് ജാസിയോട് പറയാനുള്ളത്, ജാസി ജീവിതം ഒന്നേ ഉള്ളൂ ജാസി. പണ്ട് മാർക്കണ്ഡേയൻ്റെ അമ്മയോട് കാലം ചോദിച്ചു, 16 വയസ്സ് വരെ നിങ്ങളുടെ മകന് ആയുസ് ഉണ്ടാവുള്ളൂ, പക്ഷേ ആ 16 വയസ്സ് വരെ അവൻ പുരുഷനായിട്ട് ജീവിക്കും. അങ്ങനെയുള്ള ഒരു മകനെയാണോ ആവശ്യം? ഒരു പ്രതികരണശേഷിയുമില്ലാത്ത 75 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു മകനെ വേണമെന്ന് ചോദിച്ചപ്പോൾ മാർക്കണ്ഡേയൻ്റെ അമ്മ പറഞ്ഞത്, എനിക്ക് 16 വയസ്സ് വരെ ആണായി ജീവിക്കുന്ന ഒരു മകൻ മതി എന്നാണ്. എനിക്ക് ജാസിയെ പോലുള്ളവരോട് പറയാനുള്ളത്, നിങ്ങളുടെ ഈ ബഹുമാനമൊക്കെ അർഹതപ്പെടുന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ. നിങ്ങളുടെ ലാളിത്യമൊക്കെ അങ്ങനെ നിങ്ങളെ ബഹുമാനിക്കുന്നവരോടെ കാണിക്കാവൂ. കർക്കശമായി പെരുമാറണമെന്നാണ് എനിക്ക് ജാസി ഗിഫ്റ്റിനോട് പറയാനുള്ളത്. നിങ്ങളുടെ മൈക്ക് ആ കോളേജിൻ്റെ പ്രിൻസിപ്പൾ നിങ്ങളെ പാടാൻ ക്ഷണിച്ച് സ്റ്റേജിൽ കയറ്റി നിർത്തിയ പ്രിൻസിപ്പൾ വന്ന് നിങ്ങൾ ഹമ്മിങ് ഇങ്ങനെ പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ മൈക്ക് കയറി പിടിക്കാൻ കൈയെടുത്ത് മാറ്റതള്ളേ എന്ന് പറയണ്ടേ? ഇനിയെങ്കിലും ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ജാസിക്ക് അല്ലെങ്കിൽ ജാസിയുടെ കൂടെ പോകുന്ന ആളിലെങ്കിലും ആംബിയർ ഉണ്ടാവണമെന്ന് ഞാൻ പറയും. നമ്മളൊക്കെ മലയാളിയാണ്, ആണാണ് എന്നുള്ള ബോധം വേണ്ടേ? ഏതെങ്കിലും ഒരുത്തനോ ഒരുത്തിയോ വന്ന് മൈക്ക് പിടിച്ചാൽ, അല്ലെങ്കിൽ നീ ഇവിടെ ഈ പാടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പറയണം, എടോ എന്നെ വിളിച്ച് ക്ഷണിച്ചിട്ടാണ്ടോ വന്നാൽ ഞാൻ പാടിയിരിക്കും, പാടിയിട്ടേ ജാസി ഗിഫ്റ്റ് പോവൂ എന്ന് പറയണ്ടേ? ഇനിയെങ്കിലും ജാസി അങ്ങനെ എന്താ പറയുക കർക്കശമായ നിലപാടെടുക്കുന്നത്. നിങ്ങൾ ഈ ലാളിത്യം കൊണ്ട് നടന്നിട്ട്, ശുദ്ധാത്മാവായി നടന്നിട്ട്, പാവമായിട്ട് നടന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല എൻ്റെ പൊന്ന് ജാസി. നിങ്ങളൊക്കെ അങ്ങനെ കാണിക്കുമ്പോഴാണ് നിങ്ങളുടെ തലയിൽ കയറി ഇരുന്ന് തൂറുന്നതെന്ന് ഞാൻ പറയും. മേലിലെങ്കിലും അത് ചെയ്യരുത്. ഈ സ്ത്രീയെപ്പോലെ ഒരുപാടെണ്ണം കേരളത്തിലുണ്ടാവും. നിങ്ങൾ ഇനി പോകുന്ന കോളേജുകളിലും ചിലപ്പോൾ ഇതുപോലെ ഇതിനേക്കാളും ബോറായ സ്ത്രീകളുണ്ടാവും. അവരെയൊന്നും വക വെച്ചു കൊടുക്കരുത് ജാസി. മാറി നിൽക്കുന്നതല്ല, നിങ്ങൾ വേറെ ജോലി നോക്ക് എന്ന് പറയണം. അല്ലെങ്കിൽ വീട്ടിലൊരുത്തം കാണില്ല, അവനെ പോയി മേയി, എന്നെ മേയണ്ട എന്ന് പറയണം. ഞാനേ പറയും, നിനക്ക് കൊഴുപ്പാണെങ്കിൽ നിൻ്റെ വീട്ടിലിരിക്കില്ല ഒരുത്തൻ, താലിയിട്ട് തന്ന ഒരുത്തൻ, അവനെ പോയി മേയി. അവൻ ചിലപ്പോൾ നിൻ്റെ വീട്ടിലെ കുശിനിക്കാരനായിരിക്കും, അത് നമുക്ക് പ്രശ്നമില്ല. പക്ഷേ എന്നോട് നീ കളിക്കണ്ട എന്ന് പറയാനുള്ള, നീ എത്ര കേസ് വന്നാലും എന്താ തൂക്കിക്കൊല്ലുമല്ലോ ജാസി. നമ്മളിങ്ങനെ പറഞ്ഞു തന്നെ തൂക്കിക്കൊല്ലോ. നമ്മുടെ ഭാഗത്തല്ലേ ന്യായം? നിങ്ങളെ ക്ഷണിച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങളെ സ്റ്റേജിലേക്ക് പാടാൻ ക്ഷണിച്ച് കയറ്റിയിട്ട് നിങ്ങൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മൈക്ക് കയറി പിടിക്കണേ കൈയെടുക്കുന്നുള്ള എൻ്റെ കൈ കയറി പിടിക്കുന്നതെന്ന് ചോദിക്കണ്ടേ? ചോദിക്കണം എന്നാണ് എനിക്ക് ജാസിയോട് പറയാനുള്ളത്. ഞാൻ ജാസിയെ 2 തവണ വിളിച്ചു നോക്കി. അപ്പോൾ ജാസി ഈ പേടിത്തൊണ്ടന്നെ പാവത്താനോ ഒക്കെ ആയതുകൊണ്ടായിരിക്കാം വിവാദങ്ങളിലൊന്നും പെടണ്ടാവും. ആവശ്യത്തിലധികം ആയില്ലേ എന്ന് പറഞ്ഞ് ജാസി ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ജാസിയുടെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ പറഞ്ഞു, മെസ്സേജ് എന്തിനാ അയക്കുന്നത്? 5 വർഷം അയാൾ എന്നെ വിളിച്ചുകൊണ്ടിരുന്നതല്ലേ സാംസ്കാരിക ക്ഷേമതയിലുള്ളപ്പോൾ. അപ്പോൾ എൻ്റെ നമ്പറാണെന്ന് അയാൾക്ക് അറിയാമല്ലോ. അല്ല എന്നാലും ചേട്ടാ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചേട്ടാ ഒരു മെസ്സേജ് ആയി. അപ്പോൾ ഞാൻ എഴുതി, ജാസി ഞാൻ ദിനേശാണ്, ഒന്ന് ഫോൺ എടുക്കും. കാരണം അവൻ്റെ ഒരു ബൈറ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫോൺ എടുക്കാൻ പറഞ്ഞത്. പക്ഷേ ഫോൺ എടുക്കില്ല, ബെല്ലടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് ഞാൻ വരുന്നതിന് അല്പം മുമ്പ് വേണം ജാസി കിടന്ന് വിളിക്കുന്നു. ഞാൻ എടുത്തില്ല, കാരണം ഞാൻ എല്ലാം മെൻ്റലി പ്രിപ്പയർഡായി കഴിഞ്ഞ്. പിന്നെ ജാസിയോട് സംസാരിച്ച് ഇതെല്ലാം തെറ്റിപ്പോവും. അതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ജാസി, നമ്മൾ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ മലയാളിയായി ജനിച്ച, വിദ്യാഭ്യാസമുള്ള, വിവരമുള്ള, ബഹുമാന കുറവൊട്ടുമില്ലാത്ത, അന്തസ്സായി ജീവിക്കുന്ന ഒരാളല്ലേ ജാസി. ആ അന്തസ്സിന് എന്തെങ്കിലും ക്ഷതം വരുന്ന രീതിയിൽ ഏതെങ്കിലും വിവരദോഷി, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, ഇനി എവിടെയെങ്കിലും ഏതെങ്കിലും കോളേജിലോ ഒരു ഉത്സവപ്പറമ്പിലോ എവിടെയോ ആവട്ടെ, ഒരു സാംസ്കാരിക സമ്മേളനത്തിലോ എവിടെയോ ആവട്ടെ, നിങ്ങളോട് മോശത്തിനെ കാണിക്കാൻ വന്നാൽ മാറി നില്ല് തള്ളേ എന്ന് പറയണം. നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് പറയുന്നൊരു വാക്കുണ്ടല്ലോ, കടക്ക് പുറത്തെന്ന്. അതുപോലെ എൻ്റെ ദേഹത്തോടരുത്, മാറിയിരിക്കും അങ്ങോട്ട്, മൈക്കാ തേങ്ങ, ഞാൻ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ടേ മൈക്ക് തരാൻ പറ്റുള്ളൂ, കൊണ്ടുവന്ന് കേസ് കൊടു എന്ന് പറയാനുള്ള ആംബിയർ
ജാസിമാർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിദ്യാർത്ഥി യൂണിയനുകൾ വേണ്ട എന്ന് വാശി പിടിക്കുന്ന ഒരു സംഘം ആൾക്കാരുണ്ട്. കണ്ടില്ലേ, വിദ്യാർത്ഥി യൂണിയനുകളല്ലേ കുട്ടികളെ കൊല്ലുന്നതെന്നൊക്കെ പറഞ്ഞ് വാചടിക്കുന്നവരുണ്ട്. കുട്ടികളൊന്നും ആരും കൊല്ലുന്നതല്ലെന്ന്, അതൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ്. പക്ഷേ കോളേജ് യൂണിയൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സംഭവത്തിൽ ജാസിയെ പോലെ ഒരാളിന് നാണക്കേട് വരുന്ന ഒരു കാര്യം ഉണ്ടാവില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാൾ. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കോളേജുകളിൽ യൂണിയൻ ഉണ്ടാവണമെന്നേ. അല്ലാതെ ഏതെങ്കിലും പള്ളിയിലെച്ചാൻ പറയുന്ന പോലെ റാൻ മുളാൻ നടക്കുന്ന കുട്ടികളാകരുത്. നിങ്ങൾ ഈ കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനം എങ്ങനെ ഉണ്ടായി, ഇപ്പോൾ കേരളം എവിടെ നിൽക്കുന്നു എന്ന് ആലോചിച്ചിട്ട് ആണായി ജീവിക്കാൻ, പെണ്ണായി ജീവിക്കാനായിട്ട് നിങ്ങൾക്കും വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ ഉണ്ടാവുന്നതാണ് നല്ലത് എന്ന് മാത്രം സെൻറ്റ് പീറ്റേഴ്സിലെ കുട്ടികളോട് പറഞ്ഞുകൊണ്ട്, ആ വിവരം കെട്ട സ്ത്രീ ചെയ്തതിലൊന്നും ജാസി വിഷമിക്കേണ്ട. ജാസി, ഇതുപോലുള്ള കുറേ പുഴുക്കുത്തുകൾ കാണുന്നേ സമൂഹത്തിൽ എവിടെയും. ഒരു ഡോക്ടറേറ്റ് ഡോക്ടർ എന്നുള്ള ഒരു മുന്നിലൊരു പദവിയും പേരിൻ്റെ താഴെ ഒരു 5-6 ഡിഗ്രിയൊക്കെ വയ്ക്കുമ്പോൾ ഇവർ വിചാരിക്കും സർവജ്ഞപീഠം കയറിയെന്ന്. ഒരു പുല്ലും കയറിയില്ല. ഇവിടെ അങ്ങനെ സർവജ്ഞപീഠം കയറിയ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരെന്ത് ലളിതമായി സംസാരിക്കുന്നു. ഇപ്പം ശശി തരൂർ അത്ര മാന്യമായിട്ട് ആളുകളുടെ പെരുമാറണില്ലേ? അങ്ങനെയൊക്കെ എന്തെങ്കിലും ഡിഗ്രി കുറവുള്ള ആളാണ്. ടി.പി. ശ്രീനിവാസൻ, നമ്മുടെ വിദേശ അംബാസഡറൊക്കെ ആയിരുന്ന ടി.പി. ശ്രീനിവാസൻ സാറിനെ പോലെ അങ്ങനെ പറയാൻ തുടങ്ങി നമുക്ക് എത്ര പേരെ പറയാം. സുകുമാർ അഴീക്കോട് മാഷിനെ ഞങ്ങൾ ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിൻ്റെ ഒന്നും പാണ്ഡിത്യമൊന്നും ഈ പറഞ്ഞ കൂതറകൾക്കുണ്ടാവില്ല. ഞാൻ കൂടുതൽ പറയുന്നില്ല. ജാസി ഇനിയുള്ള കാലത്തെങ്കിലും ആണായിട്ട് ജീവിക്കണം ജാസി. അല്ലാതെ ഈ പറഞ്ഞ അഴകുഴമ്പൻ രീതിയിൽ ഇവരെയൊക്കെ പോലുള്ള കൂതറകളൊന്നും മയക്കി പിടിച്ചാൽ എന്താ എടുത്തോ ടീച്ചറെ ഞാൻ പോണേ എന്ന് പറഞ്ഞ് ഇറങ്ങി പോകരുത്. അവിടെ നിൽക്കണം. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കഷ്ടപ്പെട്ട് കോലഞ്ചേരി വരെ വന്നെങ്കിൽ നിങ്ങൾ ക്ഷണിച്ചിട്ടാണ് വന്നത്. ഞാൻ പാടിയിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ സ്റ്റേജിനെ നടുക്കേറി നിൽക്കണമായിരുന്നു. ജാസി ഇറങ്ങിപ്പോൾ കളഞ്ഞു. ഞാൻ പോണു, ഞാൻ ഇനിയില്ല എന്നുണ്ട്. അങ്ങനെ പോകരുത്. അവിടെ നിന്ന് പാടി തീർന്നിട്ടേ പോകാവൂ. മൈക്ക് തന്നില്ലെങ്കിൽ മൈക്കില്ലാതെ പാടണമെന്നേ അവിടെ നിന്ന് ഇവർ തല വെട്ടിക്കളയോ? ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. എന്തായാലും കേരളത്തിലെ സാംസ്കാരിക തലപ്പത്തുള്ളവരായാലും ശരി, സിനിമയുടെ തലപ്പത്തുള്ളവരായാലും ശരി, രാഷ്ട്രീയത്തിൻ്റെ തലപ്പത്തുള്ളവരായാലും ശരി, ജാസിക്ക് ഇങ്ങനെ ഒരു അവഹേളനം ഉണ്ടായപ്പോൾ പ്രതികരിക്കാത്തത് മോശമായിപ്പോയി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, എന്നെപ്പോലെ 100 ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേര് ആരാധകരായുണ്ട് ജാസി നിനക്ക് എന്ന് ജാസിയോട് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.